Thank you, Holy Spirit. We love you. We love you. We love you. Thank you for your sweet, wonderful presence. We love you, Lord Jesus. You're so wonderful. We magnify your holy name. ಪರಿಶುದ್ಧವಾದಂತ ಪ್ರಸನ್ನತೆಗೋಸ್ಕರವಾಗಿ ಕರ್ತನ ಸ್ತುತಿಸುತ್ತೇವೆ ರಾಜನೇ. ಹಲ್ಲೆಲೂಯಾ. ಓ ರಾಮನ ಶಂಕರ ദൈവം വാസ്തവമായി ದೇವರು ನಿಜವಾಗಿ ಎಲ್ಲಿದ್ದಾನೆ. ഈ സഭയ അഭിഷേകത്തിന്റെ നിറവ് വഹിക്കുന്ന സുനിൽ പാസ്റ്റർ സിസ്റ്റർ എലിസബത്ത്, ಅಭಿಷೇಕದಿಂದ ತುಂಬಲ್ಪಟ್ಟಂತ ಪಾಸ್ಟರ್ ಸುನಿಲ್ ಮತ್ತು ಅವರ ಮಿಸಸ್ ಎಲಿಸಬೆತ್ ಅವರು ಕರ್ತಾವಿന്റെ ಶ್ರೇಷ್ಠന്മാരായ അഭിഷിക്ത, ಕರ್ತನ ಶ್ರೇಷ್ಠಕರವಾದಂತ ಸೇವೆಯಲ್ಲಿರುವಂತ ಅಭಿಷಿಕ್ತರು, ಕರ್ತಾವಿന്റെ ಪ್ರಿಯ ದೈವಮಕ್ಕಳೇ, ಕರ್ತನ ದೇವರ ಮಕ್ಕಳೇ, നിങ്ങൾക്കെല്ലാവർക്കും ನಿಮ್ಮೆಲ್ಲರಿಗೂ ಸಹ പിതാവായ ദൈവത്തിൽ നിന്നും ತಂದೆಯಾದಂತ ದೇವರಿಂದಲೂ ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನಿಂದಲೂ ಕೃಪೆಯು ಸಮಾಧಾನ ಉಂಟಾಗಲಿ. ಶಲೋಮ್ 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 ಶಲೋಮ್. ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര പേരുന്നു പകൽ യഥാർത്ഥത്തിൽ സന്തോഷമായിരിക്കുന്നു? ಎಷ್ಟು ಜನ ಯಥಾರ್ಥವಾಗಿ ಕರ್ತನ ಸನ್ನಿಧಾನದಲ್ಲಿ ಸಂತೋಷವಾಗಿದ್ದೀರಿ? ಆಮೆನ್. പക്ഷേ നിങ്ങൾ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാംഗ്വേജസിന്റെ മേലെ ഒരു അതോറിറ്റി കർത്താവിനെ കാണിക്കുന്നു. While you're singing, I'm seeing that God is giving you the authority over languages. Amen. 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 The revelational songs in your prayer rooms, I'm seeing you're writing new revelational songs in different languages. Yes, amen. Sometimes heaven will took you in the spiritual realm. There you see supernatural visions, supernatural hidden things, and you'll write it as songs. Amen. Amen, Jesus. Hallelujah. Hallelujah. Do you know French language? I'm seeing even in French. Amen. Arabic songs. Amen. Hallelujah. Hallelujah. International songs. Amen. Hallelujah. That anointing is Amen. pouring upon you. Thank you, Lord. Who's that son, sister? I'm seeing even he himself writing some songs. Oh, okay. ഞാൻ കാണുന്നു മോനെ, നീയും ചില പാട്ടുകൾ എഴുതും. നിന്റെ നാവിന്റെ മേൽ ഭയങ്കരമായ ഒരു വർഷിപ്പ് അനോയിന്റിംഗ് കർത്താവ് തരും. ആമേൻ. ನಿಮ್ಮ ನಾಲಿಯ ಮೇಲೆ ದೇವರು ಒಂದು ಆಡುವಂತ ಅಭಿಷೇಕವನ್ನು ಇಟ್ಟಿರುತ್ತಾರೆ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നിന്നെ കർത്താവ് ഭയങ്കരമായിട്ട് പുറത്തു കൊണ്ടുവരും. ആമേൻ. മലയാളം അറിയില്ല? മലയാളം അറിയും? അമ്മനെ കർത്താവ് നിന്റെ മേൽ ഭയങ്കര ഒരു അഭിഷേകം പകരും. നീ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യുന്നതെല്ലാം കർത്താവിനെ കാണിക്കുന്നു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ചില സമയത്ത് ഒരു ദൂതൻ നിന്റെ അടുക്കൽ നിന്നിട്ട് നിന്നെ ചിലതെല്ലാം പഠിപ്പിച്ച് ആമേൻ ഹല്ലേലൂയ നിന്റെ മേൽ അസാധാരണമായ ഒരു മഹത്വത്തെ പകരുന്നത് കർത്താവിനെ കാണിക്കുന്നു. Right now. Oh Jesus, thank you Lord. Hallelujah. Amen. Hallelujah. ഇവന്റെ മേൽ ഭയങ്കര മഹത്വം ഇറങ്ങുന്നത് കർത്താവിനെ കാണിക്കുന്നു. Amen. Hallelujah. വേഗത്തിൽ തന്നെ ഇവനെ ആളു മാറിയതുപോലെ ആക്കി ഇവനെ അനേകം പേർക്ക് വേണ്ടി കർത്താവ് യൂസ് ചെയ്യുന്നത് കർത്താവിനെ കാണിക്കുന്നു. അത് മാത്രമല്ല, നീ എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പോകും. സകല ഇൻസ്ട്രുമെന്റ്സിന്റെ മേലും ഒരു അനോയിന്റിംഗ്, ഈവൻ കീബോർഡ് ആയിക്കോട്ടെ, ഡ്രംസ് ആയിക്കോട്ടെ, ഗിറ്റാർ ആയിക്കോട്ടെ, ഓ ഒരു മാന്റിൽ ഇപ്പോൾ നിന്റെ മേൽ ഇറങ്ങിയ അസാധാരണമായ ചെറുപ്രായത്തിൽ തന്നെ പ്രവചിക്കുന്ന തലത്തിലേക്ക്, ചെറുപ്രായത്തിൽ തന്നെ ശമൂവേൽ ആലയത്തിൽ വളർന്നു. ശമൂവേൽ ഏലിയുടെ കൂടെ ആലയത്തിൽ വളർന്നു. ദാൻ മുതൽ ബർശേബ വരെ ഓ വിശ്വസ്ത പ്രവാചകനായി അവരെ അഭിഷേകം ചെയ്തതുപോലെ ഒരു മാന്റിൽ ഓ മോനമേൽ വീഴും. നിന്റെ കുടുംബത്തിന്റെ നിന്ന നീ മാറ്റും. നിന്റെ കുടുംബത്തിന്റെ അഡ്രസ് മാറും.
വിദേശ രാജ്യങ്ങളിൽ കർത്താവ് നിനക്ക് വിദ്യാഭ്യാസത്തിന്റെ വാതിൽ തുറന്നു തരും. Right now. Oh. Hey. Yeah. In the name of Jesus. In the name of Jesus. ദൂതന്മാരെ കാണത്തക്ക വിധം നീ ഹെവൻലി വിസിറ്റേഷൻ നിനക്കുണ്ടാകാൻ പോകുക. ഹെവൻലി വിസിറ്റേഷൻ നിനക്കുണ്ടാകാൻ പോകുക. കർത്താവിന്റെ സ്പെഷ്യൽ വൺ. ആമേൻ ജീസസ്. ഹല്ലേലൂയ. കർത്താവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു, നിങ്ങൾ ചില റിഫർമേഷൻ കൊണ്ടുവരും. ഹല്ലേലൂയ. നിങ്ങൾ ഒത്തിരി ഉടഞ്ഞു, എസ്പെഷ്യലി സ്പിരിച്വൽ മണ്ഡലങ്ങളിൽ ഒത്തിരി അമ്മേൻ ഉടായിപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷെ കർത്താവിനോട് പറയുന്നു, അത് അമ്മേൻ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വൈൻ പോലെ പുറത്തു വരേണ്ടതിന് വേണ്ടിയിട്ടാണ് കർത്താവിനോട് പറയുന്നത്. ആമേൻ ജീസസ്. ഹല്ലേലൂയ. ആമേൻ. സ്വർഗ്ഗം നിങ്ങളെ ഒരു ക്രൗൺ ധരിപ്പിച്ച് നിർത്തും. ആമേൻ. ആ ക്രൗണകത്ത് ഞാൻ കാണുന്നത് ഇങ്ങനെയാ, പല നിറത്തിലുള്ള സ്റ്റോണുകൾ അതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആമേൻ. ഇപ്പൊ എന്തൊക്കെ മിനിസ്ട്രിയിൽ പാസ്റ്റർ ഇൻവോൾവ് ആണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ കർത്താവിനോട് പറയുന്നു, ആമേൻ ഹല്ലേലൂയ. ആമേൻ. വെറുതെ പ്രീച്ചിങ്ങും ടീച്ചിങ്ങും മാത്രമല്ല, ഹല്ലേലൂയ, ഹീലിംഗും ഡെലിവറൻസും അതുപോലെ ആമേൻ ഹല്ലേലൂയ. ഏത് സമയത്ത് ഏത് ശുശ്രൂഷയാണോ ചെയ്യുന്നത് അതിനകത്തെല്ലാം ഒരു നിറമുള്ളവനാക്കി മാറ്റുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി ആമേൻ നിങ്ങളുടെ മേൽ സംഭവിക്കുന്നത് കർത്താവിനെ കാണിക്കുന്നു. ഓ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. എനിക്കറിയത്തില്ല പാസ്റ്റർ പാടുവോന്ന്, പക്ഷെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന അഭിഷിക്തന്മാരോട് ഞാൻ പറയാം, നിങ്ങൾ എല്ലാവരും സോങ്സ് എഴുതാൻ പോകുകയാണ്. Thank you Lord Jesus. Hallelujah. Amen. Instruments വായിക്കുന്ന brothers, hallelujah, including amen, നിങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തണ്ട. എന്താണെന്ന് അറിയത്തില്ല, ഇവിടെ ഈ പുൽപ്പുണ്ണത്ത് ഭയങ്കര ഒരു വർഷിപ്പ് അനോയിന്റിംഗ്. hallelujah. ಈ ವೇದಿಕೆ ಮೇಲೆ ಒಂದು ಆರಾಧನೆ, ಒಂದು ಅಭಿಷೇಕವು ಅತ್ಯುರಿತಾ ಇದೆ. ಆಮೆನ್. പക്ഷേ കർണാടകയുടെ ഒരു ലെവലിനെ ചേഞ്ച് ചെയ്യുന്ന അതോറിറ്റി ഇപ്പോൾ നിങ്ങളുടെ മേൽ കൈമാറുന്നത് ഞാൻ കാണുന്നു. നീ ഒത്തിരി ഉടയപ്പെട്ടതാ, എന്നാൽ കർത്താവ് പറയുന്നു, ആരുമേലും പകരാത്ത ഒരു അധികാരം നീ നോക്കുമ്പോൾ തന്നെ നിന്റെ കണ്ണുകളുടെ പുറപ്പെടുന്ന രീതിയിൽ ഓ ദൈവത്തിന്റെ ശക്തി നിന്നിലൂടെ റിലീസ് ആകുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. സംടൈംസ് നിന്റെ ചെസ്റ്റിനകത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാവും. ശരിയല്ലേ? അത് ഞാൻ കാണുന്നു. ചെസ്റ്റ് പെയിൻ ഞാൻ പറഞ്ഞ ശരിയല്ല, ചെസ്റ്റ് പെയിൻ അത് എന്റെ കയ്യിൽ ഇങ്ങനെ ഈ വിരലുകൾക്കകത്ത് ഇങ്ങനെ നംനെസ് പോലെ. ഞാൻ പറഞ്ഞ ശരിയാണോ? കർത്താവിനോട് പറയുന്നു, എന്താണെന്നറിയോ, നീ ഹാർട്ട് പേഷ്യന്റിനെ ഹീൽ ചെയ്യുന്ന ഒരു അതോറിറ്റി. ഹീലാകുക മാത്രമല്ല, കുറെ മുള്ളുകളുള്ള വഴിയിലൂടെ നീ കടന്നുപോയി, കുറെ ഞെരുക്കങ്ങളുള്ള വഴിയിലൂടെ കടന്നുപോയി. എന്നാൽ receive right now the great power, great anointing. Oh yeah, oh fire. ഈ സ്റ്റേജിൽ മാത്രമല്ല, ವೇದಿಕೆಯಲ್ಲಿ ಮಾತ್ರವಲ್ಲ, നിങ്ങൾ ഓരോരുത്തരും പുതിയ പാട്ടുകൾ എഴുതാൻ പോവുകയാണ്. ಹಾಡುವಂತವರಾಗಿರುತ್ತೀರಿ. പുതിയ പാട്ടുകൾ, ಹೊಸ ಹಾಡುಗಳು, പുതിയ ലിറിക്സുകൾ, ಹೊಸ ಲಿರಿಕ್ಸ್ಗಳು. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവിനെ കാണിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ പിശാച് ഉടച്ച മേഖലകളിലെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളെ പണിതെഴുന്നേൽപ്പിച്ച്
കഴിഞ്ഞ നാളുകളിൽ ಕಳೆದ ದಿನಗಳಲ್ಲಿ എങ്കെല്ലാം ഉങ്ങളെ ശത്രുവാനവൻ ഉടൈത്താനോ ಎಲ್ಲೆಲ್ಲ ಶತ್ರುಬಾಧವನೇ ನಿಮ್ಮನ್ನು ಒಡೆದು ಹಾಕಿದನೋ അതിന്റെ എല്ലാ മധ്യത്തിൽ കർത്താവ് നിങ്ങളെ ಆ പണിതെഴുന്നേൽപ്പിച്ചു. ಎಲ್ಲಾ ಸ್ಥಳಗಳಲ್ಲಿಯೂ ಸಹ ಕರ್ತನು ನಿಮ್ಮನ್ನು ಕಟ್ಟುವವನಾಗಿರುತ್ತಾನೆ. ಆಮೆನ್. മിരിയാം തപ്പെടുത്ത് ആർത്തതുപോലെ നിങ്ങൾ ചിലതിന്റെ മേൽ ആർത്ത് ചില പാട്ടുകളെ ಮಿರಿಯಾಮಳು ಯಾವ ರೀತಿಯಲ್ಲಿ ವಾದ್ಯಗಳನ್ನು ಬಾರಿಸುತ್ತಾ ಆಡುದಳು ಅದೇ ಪ್ರಕಾರವಾಗಿ ಸಹ ನೀವು ಸಹ ವಾದ್ಯಗಳನ್ನು ತೆಗೆದು ಕರ್ತನಿಗೋಸ್ಕರವಾಗಿ ಹಾಡುವವರಾಗಿರ್ತೀರಿ. ಆಮೆನ್. ಸಮಾಧಾನವು ನಿನ್ನಲೆ ಹೊರತು ಬೇರೆಲ್ಲಿ ಇಲ್ಲ యేసయ్య. ನನ್ನ ಸಮಾಧಾನವು ನಿನ್ನಲೆ ಹೊರತು ಬೇರೆಲ್ಲಿ ಇಲ್ಲ యేసయ్య. ಯೆಹೋವಾ ಶಾಲೋಮ್, ಯೆಹೋವಾ ಶಾಲೋಮ್, ನನ್ನ ಸಮಾಧಾನ ಕರ್ತನೇ. యేసయ్య ಸ್ತುತಿಸುವೆ ನಿನ್ನನ್ನೇ ಆರಾಧಿಸುವೆ. యేసయ్య ಸ್ತುತಿಸುವೆ ನಿನ್ನನ್ನೇ ಆರಾಧಿಸುವೆ. ഓ എത്ര പേർ ಎಷ್ಟು ಜನ യഹോവ ശലോമിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുന്നു. ಯೆಹೋವಾ ಶಾಲೋಮ್ ಕೊಟ್ಟಂತ ಸಮಾಧಾನದಲ್ಲಿರುವಿರಿ. അവൻ നിങ്ങളുടെ സമാധാനം. ಆತ ನಮ್ಮ ಸಮಾಧಾನವಾಗಿದ್ದಾನೆ. ഹല്ലേലൂയ 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 ಹಲ್ಲೆಲೂಯ. നിങ്ങളുടെ തലമേലൊന്ന് കൈവച്ചിട്ട് പറയാമോ? ನೀವೆಲ್ಲರೂ ನಿಮ್ಮ ನಿಮ್ಮ ಕೈಗಳನ್ನು ನಿಮ್ಮ ತಲೆ ಮೇಲೆ ಇಟ್ಟುಕೊಂಡು ಈ ರೀತಿಯಲ್ಲಿ ಹೇಳಿರಿ, യഹോവ ശലോം, ಯೆಹೋವಾ ಶಾಲೋಮ್, അവൻ എന്റെ സമാധാനം. ನನ್ನ ಸಮಾಧಾನ എന്നെ കംപ്ലീറ്റ്നെസ്സിലൂടെ, ನನ್ನ ಪರಿಪೂರ್ಣತೆಯೊಂದಿಗೆ, ഒരു പ്രൊട്ടക്ഷനിലൂടെ, ನನ್ನ ಎಲ್ಲಾ ಕಾರ್ಯಗಳಲ್ಲಿಯೂ, എന്നെ പ്രോസ്പെരിറ്റിയിലൂടെ, ನನ್ನ ಎಲ್ಲಾ ಅಭಿವೃದ್ಧಿಯಲ್ಲಿಯೂ നടത്തുന്ന എന്റെ യഹോവ ശലോം. ನನ್ನ ನಡೆಸುವಂತ ಯೆಹೋವಾ ಶಾಲೋಮ್. ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം സന്തോഷമുള്ള ഹൃദയത്തോടെ ചിരിച്ച മുഖത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാൻ പറ്റും? ಅಂದ್ರೆ ನಾವು ಸಂತೋಷದಿಂದ ನಗಾಡಿಕೊಂಡು ಕರ್ತನ ಸಮ್ಮುಖದಲ್ಲಿ ಇರುವವರಾಗಿರಬೇಕು. ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ആമേൻ. ಆಮೆನ್. ഡേ ബൈ ഡേ നിങ്ങൾ സ്പിരിറ്റിൽ എൻകറേജ് ആയി ഉയർന്നു വരുന്നത് ഞങ്ങൾ കാണുന്നു. ಅಂದ್ರೆ ನೀವು ಆತ್ಮಿಕವಾಗಿ ಪ್ರೋತ್ಸಾಹ ಉಳ್ಳವರಾಗಿ ಎದ್ದು ಬರುತ್ತಾ ಇರುವುದನ್ನು ನಾವು ಕಾಣುತ್ತಾ ಇದ್ದೇವೆ. ಆಮೆನ್. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അത് ഞങ്ങളുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നു. ಅದು ನಮ್ಮ ಸಂತೋಷವನ್ನು ಅಭಿವೃದ್ಧಿಪಡಿಸುತ್ತಾ ಇರುವಂತದ್ದಾಗಿದೆ. നിങ്ങളിൽ വരുന്ന ചേഞ്ചസ് ആണ് ഈ മീറ്റിംഗിന്റെ റിസൾട്ട്. ಅಂದ್ರೆ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಆಗುವಂತ ಬದಲಾವಣೆ ಆಗಿದೆ ಈ ಒಂದು ಮೀಟಿಂಗಿನ ರಿಸಲ್ಟ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആമേൻ. ಆಮೆನ್. ഇന്ന് കർത്താവ് സംസാരിക്കുന്ന ഒരു ചെറിയ വേർഡ് കേൾക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ಅಂದ್ರೆ ಇವತ್ತು ಕರ್ತನ ನಮ್ಮ ಜೊತೆಯಲ್ಲಿ ಮಾತನಾಡುವಂತ ಒಂದು ಚಿಕ್ಕ ವಾಕ್ಯವನ್ನು ಕೇಳೋದಕ್ಕೆ ಎಷ್ಟು ಜನ ಸಿದ್ಧರಾಗಿದ್ದೀರಿ? നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ ನಾವು ಕರ್ತನ ವಾಕ್ಯವನ್ನು ಕೇಳುವಾಗ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ಬಹಳ ಶ್ರದ್ಧೆಯೊಂದಿಗೆ ನಾವು ಇರುವವರಾಗಿರಬೇಕು. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ എന്തിനാ? ಅಕ್ಕಪಕ್ಕದವರಿಗೆ ಈ ರೀತಿಯಲ್ಲಿ ಹೇಳಿ, എന്തിനാണ്? ಯಾವುದಕ್ಕೆ? ಕಾರಣ പിതാവായ ദൈവം ತಂದೆಯಾದಂತ ದೇವರು സകലത്തെയും സൃഷ്ടിച്ചത് ಸಕಲವನ್ನು ಸೃಷ್ಟಿ ಮಾಡಿದ್ದು തന്റെ ശക്തിയുള്ള വചനത്തിലൂടെയാണ്. ತನ್ನ ಶಕ್ತಿಯ ವಚನದಿಂದವಾಗಿದೆ. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, ನಿಮ್ಮ ಒಳಗಡೆ ಇರುವಂತ ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನು, ആ യേശു ಕ್ರಿಸ್ತನು വചനം മാംസമായി വന്നവനാ. ಆ ಯೇಸು ಮಾಂಸವಾಗಿ ಬಂದವನಾಗಿರುತ್ತಾನೆ. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചിരിക്കുന്നത് ನೀವು ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ಪುನಃ ಜನಿಸಿರುವಂತದ್ದು
ആമേൻ, ഒരിക്കലും അഴിഞ്ഞു പോകാത്ത നശിക്കാത്ത ദൈവവചനത്തിലാണ്. ಅಂದ್ರೆ ಎಂದಿಗೂ ಸಹ ನಷ್ಟವಾಗಿ ಅಳಿದು ಹೋಗದಿರುವಂತ ದೇವರ ವಾಕ್ಯದ ಮೂಲಕವಾಗಿ ಆಗಿದೆ ಜನಿಸಿರುವಂತದ್ದು. ಹಲ್ಲೆಲೂಯಾ. ಆದುದರಿಂದ ಅದೇ ವಚನത്തിന്, ಅದೇ ವಾಕ್ಯದಿಂದ നിങ്ങളുടെ ലൈഫിൽ, ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ಅನೇಕ ಕಾರ್ಯಗಳು ಮಾಡೋದಕ್ಕೆ ಸಾಧ್ಯವಾಗಿದೆ. ആമേൻ, ആമേൻ, ಆಮೆನ್. I'll tell you one truth. ನಾನು ಒಂದು ಸತ್ಯವನ್ನು ಹೇಳಲು ಇಷ್ಟಪಡುತ್ತೇನೆ. നിങ്ങളുടെ ഉള്ളിൽ കയറുന്ന ഓരോ വചനത്തിന്റെ ജീവന്, ನಿಮ್ಮ ಆ ಒಂದು ಹೃದಯದ ಒಳಗಡೆ ಪ್ರವೇಶ ಮಾಡುವಂತ ವಾಕ್ಯವೆಂಬ ಜೀವವು നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങളെ ചെയ്യാൻ പറ്റും. ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ದೊಡ್ಡ ಕಾರ್ಯಗಳು, ದೊಡ್ಡ ಒಂದು ಬದಲಾವಣೆಗಳನ್ನು ಮಾಡುವಂತದ್ದಾಗಿರುತ್ತದೆ. ಆಮೆನ್, ಆಮೆನ್. പിതാവായ ദൈവം, ತಂದೆಯಾದಂತ ದೇವರು ഇരുട്ടിനെ കണ്ടിട്ട് ಕತ್ತಲೆಯನ್ನು ನೋಡಿ ಅಯ್ಯೋ എന്ന് പറഞ്ഞിരുന്നില്ല. ಅಯ್ಯೋ ಅಂತ ಹೇಳಿ ಸುಮ್ಮನೆ ಇರಲಿಲ್ಲ. He looked at the darkness ಆತನು ಕತ್ತಲೆಯನ್ನು ನೋಡಿ and said one word. ಆತನು ಈ ಪ್ರಕಾರವಾಗಿ ಒಂದು ಮಾತನ್ನು ಹೇಳಿದನು, let there be light. ಅಲ್ಲಿ ಒಂದು ಬೆಳಕಾಗಲಿ. Hallelujah, 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 Hallelujah. Amen, Amen. ഇതുപോലെ യേശു നമ്മളോട് പറയുകയാണ്. ಅದೇ ಪ್ರಕಾರವಾಗಿ ಯೇಸು ನಮಗೆ ಈ ರೀತಿ ಹೇಳುತ್ತಿದ್ದಾನೆ, മാത്രമല്ല ಮನುಷ್ಯನು ಆಹಾರದಿಂದ ಮಾತ್ರವಲ್ಲ, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനത്തിലും, ಅಂದ್ರೆ ದೇವರ ಬಾಯಿಂದ ಬರುವಂತ ಒಂದೊಂದು ಮಾತಿನಿಂದಲೂ ಆತನು ಬದುಕುವನು, അവൻ ജീവിക്കും. ನಾವು ಜೀವಿಸುತ್ತೇವೆ. Hallelujah, Hallelujah. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളെ നോക്കി പറഞ്ഞേ, ಆದ್ದರಿಂದಲೇ ಪಕ್ಕದಲ್ಲಿರುವವರಿಗೆ ಕರಗಳನ್ನು ಕೊಟ್ಟು ಹೇಳಿರಿ, വചനം കേൾക്കുമ്പോൾ ഉറങ്ങരുത്. ವಾಕ್ಯ ಕೇಳುವಾಗ ಗೊರಕೆ ಹೊಡಿಬೇಡಿ, ನಿದ್ರೆ ಮಾಡಬೇಡಿ. ഇന്ന് ആരെങ്കിലും ഇന്നലത്തെ പോലെ ഉറങ്ങിയാൽ, ಇವತ್ತು ನೆನ್ನೆ ಆಗಿ ನೀವು ನಿದ್ರೆ ಮಾಡಿದ್ರೆ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരും. ನೀವು ಇಲ್ಲಿ ನಮ್ಮ ಹತ್ರ ಕರ್ಕೊಂಡು ಬನ್ನಿ, മൈക്ക് നിങ്ങളുടെ കയ്യിൽ തരും, ಮೈಕ್ ನಾವು ನಿಮ್ಮ ಕೈಗೆ ಕೊಡ್ತೇವೆ, ബാക്കി നിങ്ങളെ കൊണ്ട് പ്രസംഗിപ്പിക്കും. ನಂತರವಾಗಿ ನೀವು ಪ್ರಸಂಗ ಮಾಡಬೇಕು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. ആരൊക്കെ പ്രസംഗിക്കാൻ റെഡിയാ? ಯಾರೆಲ್ಲ ಪ್ರಸಂಗ ಮಾಡೋದಕ್ಕೆ ಸಿದ್ಧರಾಗಿದ್ದೀರಿ? ಆಗ ನಿದ್ರೆ ಮಾಡಿ. ನಿದ್ರೆ ಮಾಡೋರಿಗೆ ನಾವು ಮೈಕ್ ಕೊಡ್ತೇವೆ, ನಾವು ಬಿಟ್ಟಂತ ಅಂಶದಿಂದ ನೀವು ಮೆಸೇಜ್ ಕೊಡಬೇಕಾಗ್ತದೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. ഓക്കേ, വേഗത്തിൽ നമുക്കൊരു വചനത്തിലേക്ക്, ഫസ്റ്റ് ഡേ നമ്മൾ വായിച്ച വേർഡിലേക്ക് പോകാം. ಅಂದ್ರೆ ನಾವು ಮೊದಲನೇ ದಿನ ಓದಿದಂತ ಅದೇ ವಾಕ್ಯಕ್ಕೆ ನಾವು ಹಿಂತಿರುಗಿ ಹೋಗೋಣ. എത്ര പേർക്ക് പറയാൻ പറ്റും? ജെറമ്യ 33:6. ಯೆರೆಮೀಯ 33:6. എന്താ നമ്മൾ വായിച്ചത്? ಏನನ್ನು ನಾವು ಅಲ್ಲಿ ಓದಿದೆವು? വചനം അവിടെ പറയുകയാണ്, ವಾಕ್ಯ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತದೆ, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ್ಯമാക്കുകയും, ನಾನು ಈ ಪಟ್ಟಣವನ್ನು ಜೀರ್ಣೋದ್ಧಾರ ಮಾಡಿ ಅದಕ್ಕೆ ಸೌಖ್ಯವನ್ನು ಕೊಟ್ಟು ನಿವಾಸಿಗಳನ್ನು ಗುಣಪಡಿಸುವೆನು. സത്യത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധി ഞാൻ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ಸ್ಥೈರ್ಯ ಸಮಾಧಾನಗಳನ್ನು ಸಮೃದ್ಧಿಯಾಗಿ ಅವರ ಅನುಭವಕ್ಕೆ ತರುವೆನು. ഫസ്റ്റ് ഡേ നമ്മൾ അരൂക്ക എന്താന്ന് കണ്ടു. ನಾವು ಮೊದಲನೇ ದಿನ ಅರೂಕ ಅಂತ ಹೇಳಿ ನಾವು ಧ್ಯಾನಿಸಿದೆವು. ഇന്നലെ നമ്മൾ എന്താ കണ്ടത്? ನಿನ್ನೆ ದಿನದಲ್ಲಿ ನಾವು ಯಾವುದನ್ನು ಧ್ಯಾನಿಸಿದೆವು? ശലോം, ശലോം, ಶಲೋಮ್ ಶಲೋಮ್. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ. ആമേൻ. അവിടെ വചനം പറയുകയാണ്, ಅಲ್ಲಿ ವಾಕ್ಯ ಈ ರೀತಿಯಲ್ಲಿ ಹೇಳುತ್ತದೆ, രോഗശാന്തിയും ആരോഗ്യം വരുത്തി ഞാൻ അവരെ സൗഖ്യമാക്കും. ಆ ರೋಗ ಸೌಖ್ಯತೆಯನ್ನು ಕೊಟ್ಟು ನಾನು ಆರೋಗ್ಯವನ್ನು ಬರಮಾಡುವವನಾಗಿರುತ್ತೇನೆ ಅಂತೇಳಿ ಅಲ್ಲಿ ವಾಕ್ಯದಲ್ಲಿ ನಾವು ನೋಡ್ತೇವೆ. ആമേൻ. ಆಮೆನ್. സൗഖ്യമാക്കുക എന്നതിന്റെ ಹೆಬ್ರಾಯ ವಾಕ್ ಇതാണ്, ಸೌಖ್ಯ ಮಾಡುತ್ತೇನೆ ಎಂಬುದಕ್ಕೆ ಇಬ್ರಿಯ ಪದ ಈ ರೀತಿಯಲ್ಲಿ ಆಗಿರುತ್ತದೆ, ರಫಾ. ರಾಫಾ. 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 ഒന്ന് കരങ്ങൾ ഇപ്പത്തന്നെ, ಒಂದು ಕರಗಳನ್ನು ಮೇಲಕ್ಕೆ ಮಾಡಿ ಹೇಳಿ, ರಾಫಾ. ആമേൻ. ಆಮೆನ್. നിങ്ങൾക്കറിയാം റഫ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ಅಂದ್ರೆ ನಿಮಗೆ ಗೊತ್ತುಂಟು ರಾಫಾ ಅಂತ ಹೇಳುವುದಾದ್ರೆ ಏನ್ ಅರ್ಥ ಅಂತ ಹೇಳಿ? Do you know the meaning? ನಿಮ್ಗೆ ಗೊತ್ತುಂಟು ಅದರ ಅರ್ಥ? ഒന്ന് പറഞ്ഞേ, അറിയാവുന്നവരൊന്ന് പറഞ്ഞേ. റഫ ಅರ್ಥ ಗೊತ್ತಿರುವವರು ಹೇಳಿರಿ, ಅದರ ಅರ್ಥವೇನು? ರಾಫಾ. ಯೆಹೋವಾ ರಫಾ, ಯೆಹೋವಾ ರಫಾ, ಯೆಹೋವಾ ರಫಾ, ಯೆಹೋವಾ ರಫಾ. യേശയ്യാ ಸ್ತುತಿಸುವೆ ನಿನ್ನನ್ನೇ ಆರಾಧಿಸುವೆ. യേശയ്യാ ಸ್ತುತಿಸುವೆ ನಿನ್ನನ್ನೇ ಆರಾಧಿಸುವೆ. ಅಂದು ಎಲ್ರೋಹಿಯಾಗಿ ಎಲ್ಲವನ್ನು ನೋಡಿದಂತೆ ಇಂದು ನನ್ನ ನೋಡುತ್ತಿರುವೆ. ಅಂದು ಎಬೆನೇಜರಾಗಿ ಎಲ್ಲರಿಗೂ ಸಹಾಯ ನೀನೇ, ಇಂದಿಗೂ ನನ್ನ ಸಹಾಯ ನೀನೇ. ಯೆಹೋವಾ ರಫಾ, ಯೆಹೋವಾ ರಫಾ, ನನ್ನ ಆರೋಗ್ಯದಾಯಕನೇ. അപ്പൊ യഹോവ റഫ എന്ന് പറഞ്ഞാൽ ആരാണ്? ಯೆಹೋವ ರಾಫಾ ಅಂತ ಹೇಳಿದರೆ ಯಾರಾಗಿದ್ದಾನೆ? നിങ്ങൾ എന്താ കേട്ടത്? ನೀವೇನನ್ನು ಕೇಳಿದಿರಿ? ആരോഗ്യദായകനെ.
ആരോഗ്യം തരുന്നവൻ. ಆರೋಗ್ಯ ಕೊಡುವವನು. But Hebrew word says, ಅಂದ್ರೆ ಇಬ್ರಿಯದಲ್ಲಿ ಈ ಪ್ರಕಾರವಾಗಿ ನಾವು ನೋಡ್ತೇವೆ, അവൻ എൻ്റെ വൈദ്യൻ. ಅವನು ನನ್ನ ವೈದ್ಯನಾಗಿದ್ದಾನೆ. Hallelujah. Hallelujah. Amen. Amen. Rapha means ರಾಫಾ ಅಂತ ಹೇಳಿದರೆ physician. ಆತನು ಒಂದು ವೈದ್ಯನಾಗಿದ್ದಾನೆ. Hallelujah. Hallelujah. Healer. ಆತನು ನಮ್ಮನ್ನು ಸೌಖ್ಯಪಡಿಸುವವನಾಗಿರ್ತಾನೆ. Amen. Amen. നിങ്ങൾ ആരാധിക്കുമ്പോൾ യഹോവ റഫാ എന്ന് അവനെ നോക്കി വിളിക്കുമ്പോൾ, ನಾವು ಆರಾಧನೆ ಮಾಡುವಾಗ ಆತನನ್ನು ನೋಡಿ ಯೆಹೋವ ರಾಫಾ ಅಂತ ಹೇಳಿ ಕೂಗುವಾಗ, ആമേൻ, നിങ്ങൾ കർത്താവിനെ നോക്കി വിളിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ಕರ್ತನನ್ನು ನೋಡಿ ನೀವು ಕರೆಯುವುದು ಏನು ಅಂತ ಗೊತ್ತಾ? എൻ്റെ വൈദ്യനേ, ನನ್ನ ವೈದ್ಯನೇ. Hallelujah. Hallelujah. My physician. ಕರ್ತನೇ ನನ್ನ ವೈದ್ಯನಾಗಿದ್ದೀಯಲ್ಲ. Amen. Amen. Who is your God? ನಮ್ಮ ದೇವರು ಯಾರಾಗಿದ್ದಾನೆ? എൻ്റെ വൈദ്യൻ. പറഞ്ഞേ. ನನ್ನ ವೈದ್ಯನಾಗಿದ್ದಾನೆ. Hallelujah. Hallelujah. നൽ മരുത്തുവർ. Good physician. ಒಳ್ಳೆಯ ಆತನು ಸಮಾರ್ಯನಾದವನಾಗಿದ್ದಾನೆ. The perfect physician. ಆತನು ಒಳ್ಳೆಯ ವೈದ್ಯನಾಗಿದ್ದಾನೆ. Hallelujah. Hallelujah. Amen. Amen. കർത്താവായ യേശുക്രിസ്തു എന്നുള്ള വൈദ്യൻ ഒരു ഏരിയയിൽ മാത്രം ഡോക്ടറേറ്റ് എടുത്ത ഫിസിഷ്യൻ അല്ല. ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನ ಒಂದು ಏರಿಯಾಕ್ಕೆ ಮಾತ್ರ ಆತನು ಆರೋಗ್ಯದಾಯಕನಲ್ಲ, ವೈದ್ಯನಲ್ಲ. ഇനി ലോകത്തിൽ എത്ര 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 രോഗങ്ങൾ വന്നാലും, ಈ ಲೋಕದಲ್ಲಿ ಎಷ್ಟೇ ರೋಗಗಳು ಬಂದರೂ ಸಹ അതിന്റെ മേലെല്ലാം അധികാരമുള്ള ഒരു ഫിസിഷ്യൻ. ಆದ್ರೆ ಎಲ್ಲದರ ಮೇಲೆ ಅಧಿಕಾರವನ್ನು ಹೊಂದಿಕೊಂಡಿರುವಂತ ವೈದ್ಯನಾಗಿದ್ದಾನೆ. Hallelujah. 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 അതുകൊണ്ട് രോഗത്തിന്റെ പേര് കേട്ട് ഭയപ്പെടരുതെന്ന് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു. ಆದುದರಿಂದ ರೋಗದ ಹೆಸರುಗಳನ್ನು ಕೇಳಿ ಭಯಪಡಬೇಡಿ ಅಂತ ಹೇಳಿ ಅಕ್ಕಪಕ್ಕದವರಿಗೆ ಹೇಳಿರಿ. ആമേൻ. Amen. Hallelujah. Hallelujah. ആമേൻ. Amen. ഞാൻ ഇവിടുന്ന് യഹോവ റാഫ എന്ന് പറയുമ്പോ, ನಾನಿಲ್ಲಿ ಯೆಹೋವ ರಾಫಾ ಅಂತ ಹೇಳಿ ಹೇಳುವಾಗ നിങ്ങൾ പറയണം മൈ ഫിസിഷ്യൻ. ನೀವು ಹೇಳಬೇಕಾದ ನನ್ನ ವೈದ್ಯನಾಗಿದ್ದಾನೆ. ರೆಡಿ? ನೀವು ಸಿದ್ಧರಾಗಿದ್ದೀರಾ? ಸಿದ್ಧರಾಗಿದ್ದೀರಾ? ಯೆಹೋವ റാഫ. ಯೆಹೋವ ರಾಫಾ. Hallelujah. 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 Amen. Amen. ഓക്കേ, നമ്മൾ വേദപുസ്തകത്തിനകത്ത് എവിടെയാണ് ആദ്യമായിട്ടും കർത്താവ് സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് പറഞ്ഞു നമ്മൾ നോക്കാൻ പോവാ. ಸತ್ಯವೇದದಲ್ಲಿ ಮೊಟ್ಟ ಮೊದಲಾಗಿ ನನ್ನ ಕರ್ತನಾದಂತ ದೇವರು ಎಲ್ಲಿ ಸೌಖ್ಯವನ್ನು ಪಡಿಸಿರ್ತಾನೆ ಅಂತೇಳಿ ನಾವು ಓದಲು ಹೋಗುತ್ತೇವೆ. നമുക്ക് എല്ലാവർക്കും എക്സോഡസിന്റെ പുസ്തകം എടുക്കാം. 15ാം അധ്യായത്തിന്റെ ವಿಮೋಚನಕಾಂಡ 15ನೇ ಅಧ್ಯಾಯ. ആമേൻ. അതിന്റെ 22 മുതലുള്ള വചനഭാഗത്ത് നമ്മൾ കാണുമ്പോൾ 22ನೇ ವಾಕ್ಯದಿಂದ ನಾವು ಈ ವಾಕ್ಯವನ್ನು ಓದುವಂತ ಸಮಯದಲ್ಲಿ ആമേൻ, ഇസ്രായേൽ ജനം ചെങ്കടലൊക്കെ കടന്ന് ഇങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ಇಸ್ರಾಯೇಲ್ ಜನರು ಈ ಕೆಂಪು ಸಮುದ್ರವನ್ನು ದಾಟಿ ಇದೇ ರೀತಿಯಲ್ಲಿ ಪ್ರಯಾಣವನ್ನು ಮಾಡುತ್ತಾ ಇದ್ದಾರೆ. അവരങ്ങനെ ശൂർ മരുഭൂമിയിലെത്തി. ಅವರು ಅದೇ ಪ್ರಕಾರವಾಗಿ ಶೂರ್ ಅರಣ್ಯದಲ್ಲಿ ಅವರು ಪ್ರಯಾಣವನ್ನು ಮಾಡುತ್ತಿದ್ದರು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ചെങ്കടല കടന്നപ്പോൾ ഇസ്രായേൽ എന്താ ചെയ്തേ? ಕೆಂಪು ಸಮುದ್ರ ಆದ ನಂತರವಾಗಿ ಇಸ್ರಾಯೇಲ್ ಏನ್ ಮಾಡಿದರು? എന്നാ ചെയ്തു? ಏನ್ ಮಾಡಿದರು? മിരിയാം എന്ത് ചെയ്തു? ಮಿರ್ಯಾಮಲ್ ಏನ್ ಮಾಡಿದಳು? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അമ്മേ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് പോലെ തപ്പൊക്കെ എടുത്ത് ನೀವು ಆಗಾಗ ಮಾಡುವ ಹಾಗೆ ದಮ್ಮಡಿಗಳನ್ನು ತೆಗೆದು ഉയരെ ഉയരെ ಆರುವೆ ಆರುವೆ ಅಂತ ಹೇಳಿ ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അങ്ങനെ കഴിഞ്ഞ സന്തോഷത്തോടെ വരുമ്പോഴാണ് ദേ ശൂർ മരുഭൂമി. ಆ ರೀತಿಯಲ್ಲಿ ಹಾದು ಹೋದಂತ ಮಾರ್ಗವಾಗಿದೆ ಈ ಶೂರಿನ ಪ್ರಯಾಣ. 3 days ಅವರಿങ്ങനെ വട്ടം കറങ്ങും അവിടെ. ಈ ರೀತಿಯಲ್ಲಿ 3 ದಿನ ಅವರು ಇದೇ ರೀತಿಯಲ್ಲಿ ಪ್ರಯಾಣ ಸುತ್ತಿ ಬಳಸಿ ಅಲ್ಲೇ ಪ್ರಯಾಣವನ್ನು ಮಾಡುತ್ತಿದ್ದರು. അത് മരുഭൂമി ആയതുകൊണ്ട് അവിടെ നോ വാട്ടർ. ಅಲ್ಲಿ ಮರುಭೂಮಿ ಆದ ನಿಮಿತ್ತವಾಗಿ ಅಲ್ಲಿ ನೀರಿರಲಿಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. പക്ഷെ ഫൈനലി അവരെ നോക്കി വരുമ്പോൾ ಅವರು ಹುಡುಕುತ್ತಾ ಅದೇ ರೀತಿಯಲ್ಲಿ ಹೋಗುತ್ತಿರುವಂತಹ ಸಮಯದಲ್ಲಿ എന്തായാലും വെള്ളം കണ്ടു. ಎಲ್ಲಿಯೋ ಒಂದು ಕಡೆಯಲ್ಲಿ ನೀರು ಸಿಕ್ಕಿತು. ആമേൻ. ಆಮೆನ್. അവിടെ ഒരു ആറ് അല്ലെങ്കിൽ ഒരു നദി കാണുകയാ. ಅಲ್ಲಿ ಒಂದು ನದಿ ಕಾಣುತ್ತಾ ಇದೆ. അവർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി ಅವರು ಭಯಂಕರವಾದಂತ ಸಂತೋಷದೊಂದಿಗೆ ഹല്ലേലൂയ ಹಲ್ಲೆಲೂಯಾ ഓടി ചെന്നത് ടേസ്റ്റ് ചെയ്തപ്പോ ಓಡಿ ಹೋಗಿ ಆ ನೀರನ್ನು ಕುಡಿಯುವಂತ ಸಮಯದಲ್ಲಿ എന്ത് പറ്റി? ಏನಾಯ್ತು? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അവര് നോക്കിയപ്പോൾ അത് ഭയങ്കര കയ്പ. ಅದು ಬಹಳ ಕಹಿಯಾಗಿತ್ತು. ഭയങ്കര കയ്പ. ಭಯಂಕರ ಕಹಿಯಾಗಿತ್ತು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. വചനം പറയുകയാ. ವಾಕ್ಯ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತದೆ, അങ്ങനെ അവർ ടേസ്റ്റ് ചെയ്തപ്പോൾ ಅವರು ಆ ರೀತಿಯಲ್ಲಿ ನೀರನ್ನು ಕುಡಿಯುವಂತ ಸಮಯದಲ್ಲಿ അത് കയ്പായത് മൂലം ಬಹಳ ಕಹಿಯಾದ ನಿಮಿತ್ತವಾಗಿ അവരതിന് പേരിട്ടു. ಅವರಿಗೆ ಅಲ್ಲಿ ಅವರ ಒಂದು ಹೆಸರನ್ನಿಟ್ಟರು മാറാ ಮಾರಾ മാറാ ಮಾರಾ മാറാ ಮಾರಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇതുപോലെ നമ്മുടെ അനേകരുടെ ലൈഫ്. ಇದೇ ರೀತಿಯಲ್ಲಿ ನಮ್ಮ ಅನೇಕರ ಜೀವಿತ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് തേടി കണ്ടുപിടിച്ചു. ಸಿಗಲಿಲ್ಲ ಅಂತ ಹೇಳಿ ಹುಡುಕಿ ನಾವು ಹೋಗ್ತಾ ಇರ್ತೇವೆ. ഭയങ്കര സന്തോഷിക്കാമെന്ന് വിചാരിച്ചപ്പോ ಸಿಕ್ಕಿದಾಗ ಭಯಂಕರ ಸಂತೋಷ ಪಡುವ ಅಂತೇಳಿ ನಾವು ಎನಿಸುವಾಗ ചിലപ്പോ ടേസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് മധുരമല്ല മാറയാണ്. ಅಂದ್ರೆ ಕೆಲವೊಮ್ಮೆ ನಮಗೆ ಅನುಭವ ಆಗ್ತದೆ, ಅಯ್ಯೋ ಇದು ಟೇಸ್ಟ್ ನೋಡುವುದಾದರೆ ಸಿಹಿ ಅಲ್ಲ ಕಹಿ ಆಗಿದೆಯಲ್ಲ ಅಂತೇಳಿ. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞാലും അനേകം പേരുടെ ലൈഫിൽ എനിക്കറിയാം. ಅಂದ್ರೆ ನಾನು ನಗಾಡಿಕೊಂಡು ಹೇಳುತ್ತಾ ಇದ್ರು ಸಹ ಅನೇಕರ ಜೀವಿತದಲ್ಲಿ ಇಂತಹ ಅನುಭವ ಇದೆ ಅಂತ ನಮಗೆ ಗೊತ್ತುಂಟು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ.
പക്ഷേ നിന്റെ മാറ മധുരമായി. ಆದರೆ ನಿಮ್ಮ ಮಾರವು ಮಧುರವಾಗುತ್ತದೆ. Hallelujah. 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 Amen. Amen. അപ്പൊ നോക്കുമ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോഴാ ഒരു കാര്യം മനസ്സിലായത്. ಅವರು ರುಚಿ ನೋಡಿದಾಗ ಗೊತ್ತಾಯ್ತು ಅವರಿಗೆ ಇದು ಮಾರ ಅಂತ ಹೇಳಿ. Hallelujah. Hallelujah. ಅವರು വെള്ളം കണ്ടപ്പോൾ എക്സൈറ്റഡ് ഓടെ വന്ന് കൈ കൊണ്ട് പോയി. ಅಯ್ಯೋ ಅವರು ನೀರು ನೋಡಿದ ತಕ್ಷಣ ಬಹಳ ಸಂತೋಷಪಟ್ಟವರಾಗಿ ಅಲ್ಲಿ ಹೋದರು. വായ കൊണ്ട് ടേസ്റ്റ് ചെയ്തപ്പോൾ മുഖം മാറി. ಅದನ್ನು ಹೋಗಿ ಕೈಯಲ್ಲಿ ಹಿಡಿದು ಅವರು ಕುಡಿಯುವಾಗ ಅವರ ಮುಖದ ಭಾವನೆಯೇ ಬದಲಾಯಿತು. Hallelujah. Hallelujah. നിങ്ങൾ പാവയ്ക്ക കണ്ടിട്ടുണ്ടോ? ನಿಮಗೆ ಹಾಗಲಕಾಯಿ ಗೊತ್ತುಂಟಲ್ಲ, അത് കടിച്ചാൽ എങ്ങനെ ഇരിക്കും? ಅದನ್ನು ಕಚ್ಚಿದ್ರೆ ಹೇಗೆ ಇರ್ತದೆ? നിങ്ങളുടെ മുഖം എങ്ങനെ ഇരിക്കും? ಆಗ ನಿಮ್ಮ ಮುಖ ಹೇಗೆ ಆಗ್ತದೆ? അതുപോലെയായി ലക്ഷക്കണക്കിന് ഇസ്രായേലിന്റെ മുഖം. ಅದೇ ಪ್ರಕಾರವಾಗಿದೆ ಈ ಲಕ್ಷಗಟ್ಟಲೆಯ ಇಸ್ರಾಯೇಲ್ ಜನರ ಮುಖ ಆಯ್ತು. Hallelujah. Hallelujah. നിങ്ങളോട് ചിലരൊക്കെ ചോദിച്ചാൽ എന്ത് പറ്റി? ಆಗ ಕೇಳಿದೆ ಮುಖ ಯಾಕೆ ಹೀಗೆ ಇದೆ? Hallelujah. Hallelujah. നിങ്ങൾ പറയും മൊത്തം മാറായ. ಆಗ ನೀವು ಹೇಳ್ತೀರಾ ಎಲ್ಲ ಮಾರ. ആമേൻ. ಆಮೆನ್. പക്ഷേ ഇന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ಆದರೆ ಇವತ್ತು ಒಂದು ಹೊಸ ಸುದ್ದಿ ಇದೆ, ಸಿಹಿ ಸುದ್ದಿ ಇದೆ. നിങ്ങളുടെ മാറയെ മധുരമാക്കുന്ന ನಿಮ್ಮ ಮಾರವನ್ನು ಮಧುರ ಮಾಡುವಂತಹ ഒരു കർത്താവ് നിങ്ങളുടെ കൂടെ. ಕರ್ತನು ನಿಮ್ಮ ಜೊತೆಯಲ್ಲಿ ಇದ್ದಾನೆ. ಆಮೆನ್. ഈ ഇസ്രായേൽ ജനത്തിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ಇಸ್ರಾಯೇಲ್ ಜನರು ಒಂದು ತೊಂದರೆ ಅಂತ ಹೇಳಿದರೆ, സന്തോഷം വരുമ്പോ തപ്പെടുത്ത് ടാങ് 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 ഉയരേ ഉയരേ. ಸಂತೋಷ ಬರುವಾಗ ದಮ್ಮಣಿ ತಕೊಂಡು ಆರುವೆ 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 ಅಂತ ಹೇಳ್ತಾರೆ. ആമേൻ. ಆಮೆನ್. എന്തെങ്കിലും പ്രശ്നം വന്നാ ಏನಾದ್ರೂ ಸಮಸ್ಯೆ ಬಂದರೆ അപ്പൊ നേരെ മോശയുടെ നേരെ തിരിയും. ಆಗ ಮೋಶೆ ಕಡೆಗೆ ನೋಡ್ತಾರೆ മുർമുർമുർമുർ. ಗುಣಗುಟ್ಲಿಕ್ಕೆ. Hallelujah. Hallelujah. അങ്ങനെ ചെയ്യാറുണ്ടോ? ಆ ರೀತಿಯಲ್ಲಿ ಮಾಡ್ತಾ ಇದ್ದೀರಾ? സെയിം ഇസ്രായേൽ ജനം കയ്പ് ടേസ്റ്റ് ചെയ്തപ്പോ തന്നെ, ಅದೇ ರೀತಿಯಲ್ಲಿ ಇಸ್ರಾಯೇಲ್ ಜನರು ಕಹಿಯ ಅನುಭವಕ್ಕೆ ಬಂದಾಗ, ഈ കയ്പ് ഉള്ളിൽ പോയപ്പോ തന്നെ ಈ ಕಹಿ ಒಳಗಡೆ ಹೋದ ಕೂಡಲೇ they started murmuring. ಅವರು ಆ ಒಂದು ಗುಣಗುಟ್ಟುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದರು. Amen. ಆಮೆನ್. നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ മർമറിംഗ് സ്വഭാവം ഉണ്ടോ? ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಸಹ ಇದೇ ರೀತಿಯಲ್ಲಿ ಗುಣಗುಟ್ಟುವಂತ ಸ್ವಭಾವ ಇದೆಯಾ? ഹസ്ബൻഡിനെ കണ്ട് മർമർ മർമർ, ಗಂಡನನ್ನು ನೋಡಿ ಗುಣಗುಟ್ಟುವಂತದ್ದು, വൈഫിനെ കണ്ടിട്ട് മർമർ മർമർ, ಹೆಂಡತಿಯನ್ನು ನೋಡಿ ಯಾವಾಗಲೂ ಗುಣಗುಟ್ಟುತ್ತಲೇ ಇರುವಂತದ್ದು. Amen. ಆಮೆನ್. ಹಲ್ಲೆಲೂಯಾ. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണം, എന്തെങ്കിലും കയ്പകത്ത് കയറിയിട്ടുണ്ടോ. ಆ ರೀತಿಯಲ್ಲಿ ಯಾವ್ದಾದ್ರೂ ಕಹಿ ನಿಮ್ಮ ಒಳಗಡೆ ಪ್ರವೇಶವಾಗಿದೆಯಾ ಅಂತೇಳಿ ಆಗಾಗ ಪರೀಕ್ಷೆ ಮಾಡಿಕೊಳ್ಳುತ್ತಲೇ ಇರಬೇಕು. ആമേൻ. ಆಮೆನ್. പാവം മോശ കഷ്ടപ്പെട്ട് 40-ലധികം ഇസ്രായേൽ ജനത്തെ നടത്തി വരികയാ. ಪಾಪ ಈ ಮೋಶೆ 40 ಈ ಒಂದು ಇಸ್ರಾಯೇಲ್ ಜನರನ್ನು ಈ ಅರಣ್ಯ ಮಾರ್ಗದಲ್ಲಿ ನಡೆಸಿಕೊಂಡು ಕಷ್ಟಪಟ್ಟು ಬರ್ತಾ ಇದ್ದಾನೆ. ഈ മോശയൊന്നും അല്ല ഈ വെള്ളത്തിൽ കയ്പ് കലക്കിയത്. ಈ ಒಂದು ಮೋಶೆ ಅಲ್ಲ ಈ ಒಂದು ನೀರಿನಲ್ಲಿರುವಂತಹ ಕಹಿಯನ್ನು ಕಂಡದ್ದು. പക്ഷേ എന്നാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അപ്പൊ മോശയുടെ നേരെ തിരി. ಅಂದ್ರೆ ಏನೇ ಅಲ್ಲಿ ಸಮಸ್ಯೆ ಬಂದರೂ ಸಹ ಮೊದಲು ಅವರು ಮೋಶೆಯನ್ನು ನೋಡ್ತಾ ಇದ್ರು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അടുത്തിരിക്കുന്ന ആളോട് ഒന്ന് പറയണം, ಅಂದ್ರೆ ಪಕ್ಕದಲ್ಲಿರೋರಿಗೆ ಕರಕೊಟ್ಟು ಹೇಳಬೇಕು, ഒരിക്കലും നിങ്ങളുടെ അധികാരത്തിന് നേരെ നിങ്ങൾ മുറുമുറുക്കരുത്. ಯಾವ ಕಾರಣಕ್ಕೂ ನಿಮ್ಮ ಅಧಿಕಾರಿಗಳ ಮೇಲೆ ಗುಣಗುಟ್ಟಬೇಡಿ. ആമേൻ. ಆಮೆನ್. എസ്പെഷ്യലി സ്പിരിച്വൽ അതോറിറ്റിയുടെ മേൽ. ಮೊಟ್ಟ ಮೊದಲನೇದಾಗಿ ಆತ್ಮಿಕ ನಾಯಕರಿಗೆ ಎಂದಿಗೂ ಸಹ ನಾವು ಗುಣಗುಟ್ಟಬಾರದು. കാരണം എന്താണെന്ന് അറിയാമോ? ಕಾರಣವೇನು ಗೊತ್ತುಂಟಾ? മോശയുടെ കവറിങ്ങിലാണ് ഈ ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനം. ಈ ಮೋಶೆಯ ಕೆಳಗೆ ಆಗಿದ್ದಾರೆ ಈ ಲಕ್ಷಗಟ್ಟಲೆ ಜನರು ಅವತನ್ನು ನಡೆಸಿಕೊಂಡು ಹೋಗ್ತಾ ಇರುವಂತದ್ದು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ആമേൻ. ಆಮೆನ್. നിങ്ങളുടെ വീട്ടിൽ കൊടയുണ്ടോ? കൊട. ನಿಮ್ಮ ಮನೆಯಲ್ಲಿ അംബ്രല. ಕೊಡೆ ಅಂಬ್ರಲ ಇದೆ ಅಲ್ಲ, ಛತ್ರಿ. ആമേൻ. ಆಮೆನ್. കൊട എന്തിനാ? ಈ ಒಂದು ಛತ್ರಿ ಯಾಕೆ? മഴ നനയാതിരിക്കാൻ അല്ലേ? ಮಳೆ ನಮಗೆ ತಾಕದೇ ಇರುವುದಕ್ಕೋಸ್ಕರವಾಗಿ ಅದೇ ಪ್ರಕಾರವಾಗಿ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആത്മിക മാതാപിതാക്കന്മാർ നിങ്ങളുടെ മുകളിൽ ഒരു കൊടയാ. ನಿಮಗೆ ಸಿಕ್ಕಿರುವಂತ ಆತ್ಮಿಕ ತಂದೆ ತಾಯಿಗಳು ಇದೇ ಪ್ರಕಾರವಾಗಿ ನಿಮಗೆ ಒಂದು ಕೊಡೆಯಾಗಿರುತ್ತಾರೆ. സഭയിൽ എത്ര പേര് ആമേൻ പറയും? ಸಭೆಯಲ್ಲಿ ಎಷ್ಟು ಜನ ಆಮೆನ್ ಎಂದು ಹೇಳ್ತೀರಿ? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കൊടയിൽ ഓട്ടയിടുവോ? ನೀವು ಯಾರಾದರೂ ನಿಮ್ಮ ಕೊಡೆಗೆ ಅದು ತೂತ್ ಮಾಡ್ತೀರಾ? എന്ത് പറ്റും? ಏನಾಗ್ತದೆ? അറിയാല്ലേ? അപ്പൊ നിങ്ങൾ ಹಾಗಾದ್ರೆ ನಿಮಗೆ ಚೆನ್ನಾಗಿ ಗೊತ್ತುಂಟಲ್ವಾ? നമ്മൾ ആത്മീക അധികാരങ്ങൾക്കെതിരെ മർമറിംഗ് ചെയ്യുമ്പോൾ, ನಾವು ಆತ್ಮಿಕ ಅಧಿಕಾರಿಗಳಿಗೆ ವಿರುದ್ಧವಾಗಿ ಆ ಒಂದು ಗುಣಗುಟ್ಟುವಂತ ವೇಳೆಯಲ್ಲಿ നമ്മൾ ഓട്ടയിട്ടുകൊണ്ടിരിക്കുക. ನಾವು ಯಾವಾಗಲೂ ಆ ಕೊಡೆಯನ್ನು ನೋಡಿ ಕೊಡೆಗೆ ನಾವು ಛತ್ರಿಗೆ ನಾವು ತೂತ್ ಮಾಡ್ತಾ ಇರ್ತೇವೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അതുകൊണ്ട് പറയാം, ಆದ್ದರಿಂದಲೇ ಹೇಳಿರಿ, മർമറിംഗ് ചെയ്ത് ಗುಣಗುಟ್ಟುವಿಕೆ ಮಾಡಿ ഓട്ടയിടരുത്. ಅಂದ್ರೆ ಕೊಡೆಗೆ ತೂತಾಗ್ತಾ ಇರಬೇಡಿ. നീ തന്നെ നനയും. ನೀವೇ ಅದನ್ನು ನೆನೆಯುತ್ತೀರಿ. ಅಂದ್ರೆ ಮಳೆ ಬಂದು ನೀವೇ ನೀರಿಗೆ ಸಮಸ್ಯೆ ಆಗ್ತೀರಿ. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കണം പ്രിയ ദൈവമക്കളെ, ಆದ್ದರಿಂದ ಪ್ರಿಯ ದೇವರ ಮಕ್ಕಳೇ, ഇസ്രായേൽ ജനങ്ങൾ നേരെ മോശയുടെ നേരെ പുറപ്പെടുത്തോണ്ടിരിക്കുക. ಇಸ್ರಾಯೇಲ್ ಜನರು ಯಾವಾಗಲೂ ನೇರವಾಗಿ ಆ ಒಂದು ಮೋಶೆಯನ್ನು ನೋಡಿ ಗುಣಗುಟ್ಟುತ್ತಲೇ ಇದ್ದರು. പാവം മോശ. ಪಾಪ ಮೋಶೆ. എപ്പോ ഇസ്രായേൽ ജനം പുറപ്പെടുത്താലോ, ಯಾವಾಗ ಇಸ್ರಾಯೇಲ್ ಜನರು ಗುಣಗುಡ್ತಾ ಇದ್ರು ಸಹ പ്രശ്നം വരുമ്പോ ജനമെല്ലാം മോശയുടെ നേരെ തിരിയും. ಸಮಸ್ಯೆಗಳು ಬರುವಾಗ ಎಲ್ಲ ಈ ಜನರು ಮೋಶೆ ಬಳಿಗೆ ಬರ್ತಿದ್ರು. മോശ ഡയറക്റ്റ് ആയിട്ട് കർത്താവിന്റെ നേരെ തിരിയും. ಮೋಶೆ ಆತ ನೇರವಾಗಿ ಕರ್ತನ ಮುಖವನ್ನು ನೋಡ್ತಾ ಇದ್ದರು. ഹല്ലേലൂയ. 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 നിങ്ങൾ പ്രശ്നം വരുമ്പോ ആരുടെ നേരെ തിരിയും? ನಿಮ್ಗೆ ಸಮಸ್ಯೆ ಬಂದಾಗ ನೀವು ಯಾರ ಬಳಿಗೆ ಬರ್ತೀರಿ? ആമേൻ. ಆಮೆನ್. പറയണം,
ಹೇಳ್ಬೇಕು, എന്റെ ഹസ്ബൻഡിന്റെ നേരെയോ വൈഫിന്റെ നേരെയോ സ്പിരിച്വൽ അതോറിറ്റിക്ക് നേരെയോ തിരിഞ്ഞ് ഞാൻ മർമറിങ് ചെയ്യത്തില്ല. ನಾನು ನನ್ನ ಗಂಡನಿಗೂ ನನ್ನ ಮೇಲೆ ಇರುವಂತಹ ಆತ್ಮಿಕ ಅಧಿಕಾರಿಗಳಿಗೂ ಎಂದಿಗೂ ಸಹ ನಾನು ಗುಣಗುಟ್ಟುವುದಿಲ್ಲ. ഞാൻ നേരെ കർത്താവിന്റെ നേരെ തിരിയും. ನಾನು ನೇರವಾಗಿ ಕರ್ತನ ಬಳಿ ಹೋಗಿ ಪ್ರಾರ್ಥಿಸ್ತೇನೆ. എപ്പോഴൊക്കെ പ്രശ്നം വന്ന മോശ കർത്താവിന്റെ നേരെ തിരിഞ്ഞിട്ടുണ്ടോ? ಯಾವಾಗೆಲ್ಲ ಈ ಒಂದು ಸಮಸ್ಯೆ ಬರುವಂತ ಸಮಯದಲ್ಲಿ ಈ ಮೋಶೆ ಕರ್ತನ ಬಳಿ ಹೋಗಿರ್ತಾನೋ, each and every time ಎಲ್ಲಾ ಸಮಯದಲ್ಲಿಯೂ ಸಹ he gets some result. ಆತನ ಸದುತ್ತರವನ್ನು ಹೊಂದಿಕೊಳ್ಳುತ್ತಾ ಇದ್ದಾನೆ. എന്തെങ്കിലും ഒരു ഐഡിയ കർത്താവ് പറഞ്ഞു, ಏನಾದರೂ ಒಂದು ಐಡಿಯಾವನ್ನು ದೇವರು ಮಾಡುತ್ತಿದ್ದಾನೆ, ಕೊಡ್ತಿದ್ದನು. 100% ರಿಸಲ್ಟ್കൾ മോശ കർത്താവിനെ തിരിഞ്ഞപ്പോൾ ಅಂದ್ರೆ കണ്ടിട്ടുണ്ട്. 100% ಅಲ್ಲಿ ಆ ಒಂದು ರಿಸಲ್ಟ್ ಅನ್ನು ಮೋಶೆಗೆ ದೇವರು ಕೊಡುತ್ತಿದ್ದರು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. അപ്പോൾ ഈ തവണയും കർത്താവ് മോശയോട് പറയാ, ಈ ರೀತಿಯಲ್ಲಿ ಆ ಮೋಶೆಗೆ ಕರ್ತನ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತಿದ್ದಾನೆ, don't worry, ಭಯಪಡಬೇಡ, ಬೇಜಾರು ಮಾಡಬೇಡ, I have the solution. ನಾನು ಅದಕ್ಕೆ ಪರಿಹಾರವನ್ನು ಕೊಡುತ್ತೇನೆ. ഈ വലിയ നദി മുഴുവനും മാറിയായി പോയോ? ಅಯ್ಯೋ, ಈ ಎಲ್ಲಾ ನೀರು ಮಾರವಾಗಿ ಬದಲಾಯ್ತಾ? ಆಮೆನ್. ഇന്ന് നിങ്ങളുടെ ലൈഫിൽ മാറയാണോ? ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಮಾರವಾಗಿದೆಯಾ? God has a solution. ಅಲ್ಲಿಗೆ ಒಂದು ಸಮಸ್ಯೆ ಪರಿಹಾರವಿದೆ. കർത്താവ് എന്താ പറഞ്ഞേ? ಕರ್ತನ ಏನು ಹೇಳಿದನು? He showed one tree. ಆತನು ಒಂದು ಮರವನ್ನು ತೋರಿಸಿದನು. ആ മരം കാണിച്ചിട്ട് പറഞ്ഞു, ಆ ಮರವನ್ನು ತೋರಿಸಿ ಪ್ರಕಾರವಾಗಿ ಹೇಳಿದನು, cut off the tree. ಆ ಮರವನ್ನು ಕತ್ತರಿಸು. എന്നിട്ട് എന്ത് ചെയ്തു? ಅದನ್ನು ಏನ್ ಮಾಡಿದನು? ആ മരത്തെ നേരെ കൊണ്ട് മാറയ്ക്കകത്തിട്ട് ಕತ್ತರಿಸಿ ಆ ಕೊಂಬೆಯನ್ನು ತೆಗೆದುಕೊಂಡು ಬಂದು ಈ ಮಾರದ ಒಳಗಡೆ ಹಾಕಿದನು. Hallelujah. Hallelujah. Do you know what happened? ಅಲ್ಲಿ ಏನಾಯ್ತು ನಿಮಗೆ ಗೊತ್ತುಂಟಾ? ആ മാറയിലെ വെള്ളം ಆ ಮಾರದ മധുരമായി മാറി. ಆ ಮಾರದ ನೀರು ಮಧುರವಾಗಿ ಬದಲಾದದನ್ನು ನಾವು ನೋಡ್ತೇವೆ. Hallelujah. 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 നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ನಿಮಗೆ ಒಂದು ಕಾರ್ಯ ಗೊತ್ತುಂಟಾ? ഈ മരം ഏതാണെന്നറിയാമോ? ಈ ಮರ ಏನಾಗಿದೆ? Hallelujah. Hallelujah. Amen. Amen. ಐಸಾಯ 11 പറയുകയാണ്, ಯೆಶಾಯದವರಿಗೆ ಬರೆದ ಗ್ರಂಥದಲ್ಲಿ 11ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ಈ ರೀತಿಯಲ್ಲಿ ನೋಡುತ್ತೇವೆ, ഇശായുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടി വരും, ಈಶಾಯನ ಬುಡದಿಂದ ಒಂದು ಚಿಗುರು ಬೆಳೆದು ಬರುತ್ತದೆ, അവന്റെ കൊമ്പുകളിൽ ഒന്ന് ഫലം കായ്ക്കും, ಅದರ ಕೊಂಬೆಗಳಲ್ಲಿ ಒಂದು ಫಲವನ್ನು അവന്റെ മേൽ ಕೊಡುವಂತದ್ದಾಗಿರುತ್ತದೆ, ജ്ഞാനത്തിന്റെ ആത്മാവ് പരിജ്ഞാനത്തിന്റെ ആത്മാവ് വസിക്കും, ಜ್ಞಾನ ವಿವೇಕದ ಆತ್ಮವು ಅವನ ಮೇಲೆ ಇರುವಂತದ್ದಾಗಿರುತ್ತದೆ, അവന്റെ മേൽ ആലോചനയുടെ വിവേകത്തിന്റെയും ആത്മാവ് വസിക്കും. ಆತನ ಮೇಲೆ ಆಲೋಚನೆ ಪರಾಕ್ರಮದ ಆತ್ಮವು ಇದೆ. അതാരാണെന്നറിയാമോ? ಅದ್ಯಾರಾಗಿದ್ದಾನೆ ಗೊತ್ತುಂಟಾ? ആ വൃക്ഷത്തിന്റെ പേരാണ്, ಆ ವೃಕ್ಷದ ಹೆಸರಾಗಿದೆ യേശയ്യ. യേശയ്യ. യേശയ്യ എൻ നീതി നിമിത്തം. ഹല്ലേലൂയ. Hallelujah. അവന്റെ പേരൊന്ന് പറഞ്ഞേ, യേശയ്യ. ಆತನ ಹೆಸರೇನಾಗಿದೆ? യേശയ്ಯ, യേಸಪ್ಪ. ഓ എന്റെ യേശു. ನನ್ನ ಯೇಸು. ഒന്ന് പറഞ്ഞേ, എന്റെ മാറയെ ನನ್ನ ಮಾರವನ್ನು മധുരമാക്കി മാറ്റുവാ ಮಧುರವಾಗಿ ಮಾರ್ಪಡಿಸುವಂತ എന്റെ പിതാവ് തന്ന സൊല്യൂഷൻ ആണ് ನನ್ನ ದೇವರಾಗಿದ್ದಾರೆ ಪರಿಹಾರಕನು, എന്റെ യേശു. ನನ್ನ ಯೇಸು. ഹല്ലേലൂയ. Hallelujah. ആമേൻ. Amen. അപ്പൊ നോക്കണം, ಅಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ലക്ഷക്കണക്കിന് ഇസ്രായേലിന് വെള്ളം കുടിക്കണമെങ്കിൽ അത് ചുമ്മാ ചെറിയ തോടൊന്നും ಅಂದ್ರೆ ആയിരിക്കില്ല, ಲಕ್ಷಗಟ್ಟಲೆ ಜನರು ಆ ಒಂದು ತೋಡಿನ ಕೆರೆಯ ನೀರನ್ನು ಕುಡಿಯಬೇಕಾದ್ರೆ ಚಿಕ್ಕ ಕೆರೆ അത് ಆಗಿರುವುದಿಲ್ಲ, വലിയ ನದಿಯ മാറ വലിയ ಅದು ನದಿ. ದೊಡ್ಡ ನದಿ ಆಗಿರಬಹುದು, അത് മുഴുവൻ കയ്പ, ಅದೆಲ್ಲವೂ ಕಹಿ ಆಗಿದೆ, എവിടെ തൊട്ടാലും കയ്പ. ಎಲ್ಲಿ ಮುಟ್ಟಿದ್ರು ಸಹ ಕಹಿ. അമേ. ಆಮೆನ್. അത് 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 അവിടെ നിന്ന് കുടിച്ചാലും ഇവിടെ നിന്ന് കുടിച്ചാലും അപ്പുറത്ത് കുടിച്ചാലും എല്ലാം കയ്പ. ಅಲ್ಲಿಂದ ಕುಡಿದ್ರು, ಮಧ್ಯದಿಂದ ಕುಡಿದ್ರು, ಆ ಕಡೆ ಹೋಗಿ ಕುಡಿದ್ರು, ಎಲ್ಲಾ ಕಡೆಗಳಲ್ಲೂ ಕಹಿ ಆಗಿತ್ತು. ಆಮೆನ್. ಆಮೆನ್. നിങ്ങൾ നോക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ನಿಮ್ಮನ್ನು ನೋಡಿ ಯಾರಾದ್ರೂ ಹೇಳಿರ್ತಾರಾ? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞാനൊരു മാറയ? ನೀವೇ ಹೇಳಿರ್ತೀರಿ, ನಾನೊಂದು ಮಾರ ಆಗಿದ್ದೇನೆ. സിറ്റുവേഷൻസ് എല്ലാം മാറയ. ನಮ್ಮ ಸನ್ನಿವೇಶಗಳೆಲ್ಲ ಮಾರವಾಗಿದೆ. ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു കാണും, ಅಂದ್ರೆ ಬೇರೆಯವರು ನಿಮ್ಮನ್ನು ನೋಡಿ ಈ ರೀತಿಯಲ್ಲಿ ರುಚಿ ನೋಡಿ ಈ ರೀತಿಯಲ್ಲಿ ಹೇಳಿರಬಹುದು, ഓ നീ ഒരു മാറയ. ಅಯ್ಯೋ ನೀನು ಯಾವಾಗ್ಲೂ ಒಂದು ಮಾರ. ഹല്ലേലൂയ. Hallelujah. പക്ഷെ പിതാവ് വെച്ചൊരു സൊല്യൂഷൻ ഉണ്ട്. ಆದ್ರೆ ತಂದೆ ಬಳಿಯಲ್ಲಿ ಒಂದು ಪರಿಹಾರವಿದೆ. ആമേൻ. ಆಮೆನ್. നിനക്ക് വേണ്ടി സ്വർഗ്ഗം ഒരുക്കി വെച്ചൊരു വൃക്ഷമുണ്ട്. ನಿನಗೋಸ್ಕರವಾಗಿ ಸ್ವರ್ಗವು ಖರೀದಿಸಿಟ್ಟಿರುವಂತ ಒಂದು ಮರವಿದೆ. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ಆತನ ಹೆಸರೇ ಆಗಿದೆ ಯೇಸು ಕ್ರಿಸ್ತನು. ഹല്ലേലൂയ. 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 ആമേൻ. ഇസ്രായേൽ ആ മരത്തെ വെട്ടി ಇಸ್ರಾಯೇಲ್ ಜನರು ಆ ಒಂದು ಮರವನ್ನು ಕಡಿದಿದ್ದರು, വെള്ളത്തിൽ കൊണ്ടിട്ടു, ನೀರಿನಲ್ಲಿ ಹಾಕಿದರು. ആമേൻ. ಆಮೆನ್. ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയാമോ? ಅಲ್ಲಿ ಏನ್ ಸಂಭವಿಸುತ್ತೆ ಅಂತ ಹೇಳಿದರೆ, ഈ മരം ചെന്ന് വെള്ളത്തിൽ വീണപ്പോ ಈ ಮರವು ಆ ಒಂದು ನೀರಿನಲ್ಲಿ ಬೀಳುವಾಗ ഈ മരം ഒരു കാര്യം ചെയ്തു. ಈ ಮರವು ಅಲ್ಲಿ ಒಂದು ಕಾರ್ಯವನ್ನು ಮಾಡಿತು. ആ മാറായിലെ കയ്പ് മുഴുവൻ ഇങ്ങ് വലിച്ചെടുത്തു. ಆ ಮಾರನ ಒಳಗಡೆ ಇದ್ದಂತ ಎಲ್ಲಾ ಕಹಿಯನ್ನು ಅದು ತೆಗೆದುಕೊಂಡಿತು. ആമേൻ. ಆಮೆನ್. ആ മാറയിലെ നദിയിലെ മൊത്തം കയ്പും ഈ വൃക്ഷം വലിച്ചെടുത്തു. ಅಂದ್ರೆ ಆ ಒಂದು ಮಾರ ನೀರಿನಲ್ಲಿ ಇದ್ದಂತ ಎಲ್ಲಾ ಕಹಿಯನ್ನು ಅದು ಎಳೆದುಕೊಂಡಿತು. ഈ വൃക്ഷത്തിനകത്തുള്ള മധുരം മുഴുവൻ അങ്ങോട്ട് റിലീസ് ಈ ചെയ്തു. ಒಂದು ಮರದಲ್ಲಿದ್ದಂತ ಎಲ್ಲಾ ಸಿಹಿಯನ್ನು ಆ ಒಂದು ನೀರಿಗೆ ಬಿಡುಗಡೆ ಮಾಡಿತು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ആമേൻ. ಆಮೆನ್. ഇപ്പൊ മോശ പറഞ്ഞു, ಈಗ ಮೋಶೆ ಹೇಳಿದನು, ഇപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തേ. ಈಗ ಇದರ ಟೇಸ್ಟ್ ಅನ್ನು ರುಚಿಯನ್ನು ನೋಡಿರಿ. അവർ ടേസ്റ്റ് ചെയ്തപ്പോ ಅವರ ರುಚಿಯನ್ನು ನೋಡಿದಾಗ ഇപ്പൊ മാറയല്ല, ಈಗ ಮಾರ ಅಲ್ಲ, മതാക്ക്. ಅದು ಮತಾಕರಾಗಿದೆ. മതാക്ക് means ಮತಾಕ್ ಅಂತ ಹೇಳಿದರೆ to make sweet. Make sweet.
മധുരമുള്ളതാക്കി മാറ്റുക. ಸಿಹಿಯನ್ನಾಗಿ ಮಾರ್ಪಡಿಸಿದನು. Hallelujah. Hallelujah. ഇപ്പോ ಅವರು ಟೇಸ್ಟ್ ചെയ്തിട്ട് പറയുക, ಈಗ ಅವರು ರುಚಿ ನೋಡಿ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತಿದ್ದಾರೆ, ಓ ಇದು ಮಧುರമുള്ളതാണ്, ಇದು ಮಧುರವಾದ ಸಿಹಿಯಾಗಿದೆ. ಆಮೆನ್. ಆಮೆನ್. ಮಧುರമുള്ളത് എന്നതിന് ಮಧುರ ಎಂಬುವಂತದಕ್ಕೆ ಹೆಬ್ರಾಯ ವರ್ಡ್ ആണ് ಇಬ್ರಿಯ ಪದ ಮತಾಕ್. ಮತಾಕ್. അടുത്തിരിക്കുന്ന ആളുടെ ಬಗ್ಗೆ ಮತಾಕ್. ಪಕ್ಕದಲ್ಲಿರುವ ಕರಗಳನ್ನು ಕೊಟ್ಟು ಹೇಳಿರಿ ಮತಾಕ್. ಆಮೆನ್. ಆಮೆನ್. ಹalleluya. ಹalleluya. ಆಮೆನ್. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്തിട്ട് പറയണം, ಅಂದ್ರೆ ಪಕ್ಕದಲ್ಲಿರುವ ಕರಗಳನ್ನು ಕೊಟ್ಟು ಹೇಳಬೇಕು, യേശു എന്ന ജീവവൃക്ഷ ಯೇಸು ಎಂಬ ಜೀವವೃಕ್ಷ നിന്റെ ലൈഫിൽ വന്നതുകൊണ്ട് ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಬಂದ ನಿಮಿತ್ತವಾಗಿ നീ മാറയല്ല, ನೀ ಮಾರ ಅಲ್ಲ, നീ മതാക്ക്. ನೀ ಮತಾಕ್ ಆಗಿದ್ಯಾ. നിന്നെ ಆಮೆನ್. ಟೇಸ್ಟ್ ചെയ്യുന്നവർ ഇനി പറയൂ, ನಿನ್ನನ್ನು ಟೇಸ್ಟ್ ಮಾಡಿದವರೆಲ್ಲ ಹೇಳುತ್ತಾರೆ, നീ മാറയല്ല, ನೀನು ಮಾರ ಅಲ್ಲ, നീ ഒരു മധുരമാണ്. ನೀನೊಂದು ಮಧುರವಾಗಿದ್ಯಾ. ഹalleluya. ಹalleluya. ಐಸಾಯ 53 ഇങ്ങനൊരു വേർഡ് ഉണ്ട്. ಯೆಶಾಯ 55ರಲ್ಲಿ ಈ ಪ್ರಕಾರವಾಗಿ ಒಂದು ವಾಕ್ಯವಿದೆ. ആമേൻ. ಆಮೆನ್. അവൻ ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് ഛേദിക്കപ്പെട്ടു എന്ന് അവർ വിചാരിച്ചു. ಅಂದ್ರೆ ಜೀವ ಉಳ್ಳಂತ ಆ ಒಂದು ದೇಶದಲ್ಲಿ ನೀಡಿದ್ದು ಅವರನ್ನು ಸೇವಿಸುತ್ತಾ ಇದ್ದೀಯಾ ಅಂತೇಳಿ ಒಂದು ವಾಕ್ಯ ಇದೆ. ഛേദിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ്. ಅಂದ್ರೆ ಅದರ ಅರ್ಥವೇನ್ ಅಂದ್ರೆ ಆ ಬುಡವನ್ನು ಕತ್ತರಿಸಿದರು. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹalleluya. ആരാ അങ്ങനെ വെട്ടപ്പെട്ടത്? ಯಾರು ಆ ರೀತಿಯಲ್ಲಿ ಕಡಿಯಲ್ಪಟ್ಟವರು? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന ശബ്ദമാണ്. ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಕುರಿತಾದಂತ ಪ್ರವಾದನ ಶಬ್ದವಾಗಿದೆ ಅದು. ആമേൻ. ಆಮೆನ್. ഹല്ലേലൂയ. ಹalleluya. യേശുക്രിസ്തു പ്രായം ചെന്ന് വയസ്സായി മരം മറിഞ്ഞു വീണതൊന്നുമല്ല. ಅಂದ್ರೆ ಯೇಸು ಕ್ರಿಸ್ತನು ಬಹಳ ಪ್ರಾಯವಾಗಿ ನಂತರವಾಗಿ ಆತನು ಬಿದ್ದವನಲ್ಲ. ആമേൻ. ಆಮೆನ್. അവൻ നല്ല യങ് ഏജിൽ നമുക്ക് വേണ്ടി വെട്ടപ്പെട്ട മരം. ಆತನು ಒಳ್ಳೆಯ ಯೌವನ ಪ್ರಾಯದಲ್ಲಿ ನಮಗೋಸ್ಕರವಾಗಿ ಕಡಿಯಲ್ಪಟ್ಟವನಾದನು. ആമേൻ. ഹല്ലേലൂയ. ಹalleluya. നല്ല ಫ್ರೂಟ್ಫುಲ್ ಆയ ಟ್ರೀ ಆയിരുന്നു. ಆತನು ಒಳ್ಳೆಯ ಪುಷ್ಟಿ ಉಳ್ಳಂತ ಒಂದು ಫಲವನ್ನು ಕೊಡುವಂತ ಫಲ ಕೊಡುವಂತ ವೃಕ್ಷವಾಗಿದ್ದನು. ഈ എല്ലാ രീതിയിലും ഈ ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യതയുള്ള ഒരു വൃക്ഷമായിരുന്നു. ಎಲ್ಲಾ ರೀತಿಯಲ್ಲಿ ಈ ಭೂಮಿಯಲ್ಲಿ ಬಾಳುವಂತ ಒಂದು ವೃಕ್ಷವಾಗಿತ್ತು. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഒരു നീതിമാന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാണെങ്കിൽ യേശുക്രിസ്തു വേണം ഈ ഭൂമിയിൽ ഏറ്റവും ആയുസോടെ ജീവിക്കേണ്ടത്. ಅಂದ್ರೆ ಒಂದು ನೀತಿವಂತನು ಒಳ್ಳೆಯ ವೃಕ್ಷ ಒಳ್ಳೆಯ ರೀತಿಯಲ್ಲಿ ಇರಬೇಕಾದರೆ ജീവിക്കേണ്ടത് ಜೀವಿಸಬೇಕಾದರೆ, പക്ഷേ അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി കട്ട് ഓഫ്. ಆದರೆ ಆತನು ನನಗೋಸ್ಕರವಾಗಿ ನಿಮಗೋಸ್ಕರವಾಗಿ ಕಡಿಯಲ್ಪಟ್ಟವನಾದನು. You know why? ಯಾಕೆ ಗೊತ್ತುಂಟಾ? എന്തിനാണെന്ന് അറിയാമോ? ಯಾಕೆ ಗೊತ್ತುಂಟಾ? To took your mara. ನಮ್ಮ ಎಲ್ಲಾ ಒಂದು ಮಾರವನ್ನು ಆತನು ತೆಗೆದುಕೊಳ್ಳುವುದಕ್ಕೋಸ್ಕರವಾಗಿ. ആമേൻ. ഇന്ന് നീ ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു മാറയുണ്ടെങ്കിൽ, ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಯಾವುದಾದರೂ ಮಾರ ನೀವು ಅನುಭವಿಸುತ್ತಾ ಇರುವುದಾದರೆ, ಅದು ನೀ അനുഭവിക്കേണ്ട ആവശ്യമില്ല. ನೀನು ಅದನ್ನು ಅನುಭವಿಸಬೇಕಾದ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ಆಲ್ರೆಡಿ ಈಗಾಗಲೇ കർത്താവായ യേശുക്രിസ്തു ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು നിങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം, ನಿಮ್ಮ ಅತಿಕ್ರಮದ ನಿಮಿತ್ತವಾಗಿ, നിങ്ങളുടെ അക്രമങ്ങൾക്ക് ನಿಮ್ಮ വേണ്ടി, ಅಪರಾಧದ ನಿಮಿತ್ತವಾಗಿ, നിങ്ങളുടെ രോഗങ്ങൾക്ക് ನಿಮ್ಮ വേണ്ടി, ರೋಗದ ನಿಮಿತ್ತವಾಗಿ, നിങ്ങളുടെ ശാപങ്ങൾക്ക് ನಿಮ್ಮ ಶಾಪದ വേണ്ടി, ನಿಮಿತ್ತವಾಗಿ, നിങ്ങളുടെ നിന്ദയ്ക്ക് ನಿಮ್ಮ വേണ്ടി, ಎಲ್ಲ ನಿಂದೆಗೋಸ್ಕರವಾಗಿ, നിങ്ങളുടെ പരാജയത്തിന് ನಿಮ್ಮ ಎಲ್ಲ വേണ്ടി, ಅಪಜಯಕ್ಕೋಸ್ಕರವಾಗಿ, ഓ നിങ്ങളുടെ കുടുംബത്തിന്റെ സെപ്പറേഷന് വേണ്ടി, ನಿಮ್ಮ ಕುಟುಂಬದ ಎಲ್ಲ ಸಪರೇಷನ್ಗೋಸ್ಕರವಾಗಿ he was cut off. ಆತನು ಕಡಿಯಲ್ಪಟ್ಟನು. ഹല്ലേലൂയ. 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 അവൻ നിങ്ങളിലെ കയ്പ് മുഴുവൻ വലിച്ചെടുത്തു. ಆತನ ನಿಮ್ಮ ಒಳಗಡೆ ಇದ್ದ ಎಲ್ಲಾ ಕೈಗಳನ್ನು ಆತನು ತೆಗೆದು, അവന്റെ ഉള്ളിൽ എന്തെല്ലാം മധുരമുണ്ട്, ಆತನ ಒಳಗಡೆ ಏನೆಲ್ಲ ಮಧುರವಾಗಿತ್ತು ഓ അത് മുഴുവനും, അത് മുഴുവനും. ಅದೆಲ್ಲವನ್ನು ഓ നിങ്ങൾക്ക് ഹീലിംഗ് വേണ്ടെടുത്ത് ഹീലിംഗ്, ಆತನಿಗೆ ಸೌಖ್ಯ ಬೇಕಾದಲ್ಲಿ ಸೌಖ್ಯ, ആമേൻ. നിങ്ങൾക്ക് അനുഗ്രഹം വേണ്ടെടുത്ത് അനുഗ്രഹം, ನಿಮಗೆ ಆಶೀರ್ವಾದ ಬೇಕಾದಲ್ಲಿ ಆಶೀರ್ವಾದ, നിങ്ങൾക്ക് രക്ഷ വേണ്ടെടുത്ത് രക്ഷ, ನಿಮಗೆ ರಕ್ಷಣೆ ಬೇಕಾದಲ್ಲಿ ರಕ್ಷಣೆ, നിങ്ങൾക്ക് സമാധാനം വേണ്ടെടുത്ത് സമാധാനം, ನಿಮಗೆ ಸಮಾಧಾನ ಬೇಕಾದಲ್ಲಿ ಸಮಾಧಾನ, നിങ്ങൾക്ക് സന്തോഷം ನಿಮಗೆ വേണ്ടെടുത്ത് ಸಂತೋಷ സന്തോഷം, ಬೇಕಾದಲ್ಲಿ ಸಂತೋಷ, ഓ നിങ്ങൾക്ക് ഐക്യത വേണ്ടെടുത്ത് ഐക്യത, ನಿಮಗೆ ಐಕ್ಯತೆ ಬೇಕಾದಲ್ಲಿ ಐಕ್ಯತೆ, ആമേൻ. നിങ്ങൾക്ക് ആമേൻ. അനുഗ്രഹീതമായ ഭാവി, ನಿಮಗೆ ಒಳ್ಳೆಯ ಭವಿಷ್ಯ, നിങ്ങൾക്ക് നിത്യജീവൻ, ನಿಮಗೆ ಒಳ್ಳೆಯ ನಿತ್ಯ ಜೀವ, നിങ്ങൾക്ക് നിത്യ സ്വർഗ്ഗം, ನಿಮಗೆ ನಿತ್ಯ ಸ್ವರ್ಗ, നിങ്ങൾക്ക് പിതാവിനോട് കൂടെയുള്ള ನಿಮ್ಮ ತಂದೆ ഫെലോഷിപ്പ്, ಜೊತೆಲಿರುವಂತ ಅನ್ಯೋನ್ಯತೆ, നിങ്ങൾക്ക് പുത്രത്വത്തിന്റെ ആത്മാവ്, ನಿಮ್ಮ ಪುತ್ರನ ಆತ್ಮ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ ഒത്തിരി 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 പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത മധുരം നൽകാനാ എന്റെ കർത്താവായ യേശു ക്രിസ്തു വന്നത്. ಸಾಕಾಗದಿರುವ ಮಧುರವನ್ನು ಕರ್ತನ ನಮಗೋಸ್ಕರವಾಗಿ ಬಂದವನಾಗಿದ್ದಾನೆ. ഓ ഹല്ലേലൂയ. ಓ ಹalleluya. ഹല്ലേലൂയ. 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 ಹalleluಯ. എത്ര പേർക്ക് പറയാൻ പറ്റും? ಹೆಚ್ಚು ಜನರಿಗೆ ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯವಿದೆ, ഈ യേശു എന്റെ ഉള്ളിലുണ്ട്. ಯೇಸು ನನ್ನ ಒಳಗಡೆ ಇದ್ದಾನೆ. എത്ര പേർക്ക് പറയാം? ಹೆಚ್ಚು ಜನ ಹೇಳ್ತೀರಿ, ಮಾರವಾದ ನನ್ನ ಕಹಿಯಾದ ಮಾರವಾದ ನನ್ನ ಮಧುರವಾದ ಜೇನಾಗಿ ಮಾಡಿದೆ, ಕಹಿಯಾದ ಮಾರವಾದ ನನ್ನ ಮಧುರವಾದ ಜೇನಾಗಿ ಮಾಡಿದೆ. ಜೀವ ಜಲವೇ
ಜಲವೇ ನನ್ನ ಮಧುರವಾಗಿ ನೀ ಮಾಡಿದೆ. ಜೀವ ಜಲವೇ ಜೀವ ಜಲವೇ ನನ್ನ ಮಧುರವಾಗಿ ನೀ ಮಾಡಿದೆ. ಯೆಹೋವಾ ರಫಾ, ಯೆಹೋವಾ ರಫಾ, ನನ್ನ ಆರೋಗ್ಯದಾಯಕನೇ. ಯೆಹೋವಾ ರಫಾ, ಯೆಹೋವಾ ರಫಾ, ನನ್ನ ಆರೋಗ್ಯದಾಯಕನೇ. Oh, I'm feeling the presence of Holy Spirit right now. ನಿನ್ನಲೆ ಹೊರತು ಬೇರೆಲ್ಲಿ ಇಲ್ಲ ವೈದ್ಯರೇ. ನನ್ನ ಆರೋಗ್ಯವು ನಿನ್ನಲೆ ಹೊರತು ಬೇರೆಲ್ಲಿ ಇಲ್ಲ ವೈದ್ಯರೇ. Rafa. ಯೆಹೋವಾ ರಫಾ, ನನ್ನ ಆರೋಗ್ಯದಾಯಕನೇ. ಆರೋಗ್ಯದಾಯಕನಾಯ ಕರ್ತಾವೇ. ಆರೋಗ್ಯದಾಯಕನು ಸ್ವಾಮಿ. Oh, hallelujah. I'm seeing. നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില രോഗാത്മാക്കൾ അഴിയുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു. ನಿಮಗೆ ಆ ಬಂಧಿಸಿಟ್ಟಿರುವಂತಹ ಕೆಲವೊಂದು ಬಂಧನಗಳನ್ನು ರೋಗಾತ್ಮಗಳನ್ನು ದೇವರು ಕಾಣಿಸುತ್ತಿದ್ದಾರೆ. ഡെലിവറിക്ക് ശേഷം ಡೆಲಿವರಿ ಆದ ನಂತರವಾಗಿ ചില ബാക്ക് പെയിനുകൾ, കാലിന് വരുന്ന ചില അസ്വസ്ഥത, അത് കഴിഞ്ഞ് ശരീരത്തിന് അസ്വസ്ഥതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നത്. ಕೆಲವೊಂದು ಆ ಒಂದು ಬ್ಯಾಕ್ ಪೇನ್ ನಂತರವಾಗಿ ಅದರ ನಿಮಿತ್ತವಾಗಿ ಕಾಲು ನೋವು ಇರುವಂತಹ ಯಾರಾದರೂ ಇರುವುದಾದರೆ ಎದ್ದು ನಿಂತು ನಮಗೋಸ್ಕರವಾಗಿ ದೇವರು ಬಿಡುಗಡೆಯನ್ನು ಕೊಡುವವನಾಗಿರುತ್ತಾನೆ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളെ മേൽ പരിശുദ്ധാത്മന ಒಂದು ಶಕ್ತಿ ನಿಮ್ಮ ಮೇಲೆ ಇಳಿದು ಬರ್ತಾ ಇದೆ. കർത്താവിനെ വ്യക്തമായിട്ട് കാണിക്കുന്നു. ഡെലിവറിക്ക് ശേഷം തൊട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ചില നുകങ്ങൾ, ಅಂದ್ರೆ ಡೆಲಿವರಿ ಆದ ನಂತರವಾಗಿ ಆ ಒಂದು ಅನುಭವಿಸುತ್ತಿರುವಂತಹ ಕೆಲವೊಂದು ನೊಗಗಳು. ആമേൻ. ಆಮೆನ್. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുകയാണ്. ಪರಿಶುದ್ಧಾತ್ಮ ನಿಮ್ಮನ್ನು ಮುಟ್ಟುತ್ತಿದ್ದಾನೆ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. Thank you Lord Jesus. ಹಲ್ಲೇಲೂಯ. ಜೀವ ಜಲವೇ ಜೀವ ಜಲವೇ ನನ್ನ ಮಧುರವಾಗಿ ನೀ ಮಾಡಿದೆ. ಜೀವ ಜಲವೇ ಜೀವ ಜಲವೇ ನನ್ನ ಮಧುರವಾಗಿ ನೀ ಸಠರಗುರಿ ಮಾರಾ ಶಂತನ. ಕಹಿಯಾ You have the problem? Is mana shanta siyam thara? Somebody stand here. Thank you Lord Jesus. Right now, please stand up, please. ಕಹಿಯಾದ ಮಾರವಾದ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಆರೋಗ್ಯ ಹೊಂದಿಕೊಳ್ಳಲಿ, ಆರೋಗ್ಯವನ್ನು ಹೊಂದಿಕೊಳ್ಳಲಿ. ಮಧುರವಾದ ಜೇನಾಗಿ ಮಾಡಿದೆ. ಜೀವ ಜಲವೇ ಜೀವ ಜಲವೇ ಮಧುರವಾಗಿ ನನ್ನನ್ನು ಮಾಡಿದೆ. ಜೀವ ಜಲವೇ ಜೀವ ಜಲವೇ ಮಧುರವಾಗಿ ನನ್ನ ಮಾಡಿದೆ. Thank you Jesus.
Rapha. He's ಯೆಹೋವ moving ರಾಫ. here. ಆತನಲ್ಲಿ ಚಲಿಸುತ್ತಿದ್ದಾನೆ. He's moving here. ಆತನು ಚಲಿಸುತ್ತಿದ್ದಾನೆ. He's living inside of you. ಆತ ನಮ್ಮ ಒಳಗಡೆ ಜೀವಿಸುತ್ತಿದ್ದಾನೆ. നിങ്ങളുടെ ഉള്ളിലെ യഹോവ റാഫ ನಮ್ಮ ಒಳಗಡೆ ಆತನು ಜೀವಿಸುತ್ತಿದ್ದಾನೆ. നിങ്ങളുടെ മാറയെ മധുരമാക്കി മധുരವಾಗಿ മാർಪಡಿಸುತ್ತಿದ್ದಾನೆ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ. രോഗമുള്ളവർ നിങ്ങളുടെ ശരീരത്തിൽ കൈവച്ചു പറഞ്ഞേ, ರೋಗಗಳು ಇರುವವರು ನಿಮ್ಮ ಶರೀರಗಳಲ್ಲಿ ಕೈ ಇಟ್ಟು യേശുവേ, നീ അടികളേറ്റത്, ನೀನು ಬಾಸುಗಳನ್ನು ಹೊಂದಿಕೊಂಡದ್ದು, നീ വേദനകളെ എനിക്ക് വേണ്ടി ചുമന്നത്, ನೀನು ವೇದನೆಗಳನ್ನು ನಮಗೋಸ್ಕರವಾಗಿ ಹೊಂದಿಕೊಂಡದ್ದು, എന്റെ സൗഖ്യത്തിനു വേണ്ടി ನನ್ನ ಸೌಖ್ಯಕ್ಕೋಸ್ಕರ ಆಗಿದೆ. I receive the divine healing. ನಾನು ದೈವಿಕವಾದ ಆರೋಗ್ಯವನ್ನು ಹೊಂದಿಕೊಳ್ಳುತ್ತೇನೆ. Amen. I receive the divine healing. ನಾನು ದೈವಿಕವಾದ ಆರೋಗ್ಯವನ್ನು ಹೊಂದಿಕೊಳ್ಳುತ್ತೇನೆ. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ನೀವು ನಂಬುವುದಾದರೆ ನೀವು ಹೊಂದಿಕೊಳ್ಳುತ್ತೀರಿ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന വ്യാപാര ശക്തിയുടെ അത്യന്തമായ മഹത്വത്തെ നിങ്ങൾ ഇപ്പോൾ കാണും. ನಂಬುವರಾದ ನಿಮ್ಮಲ್ಲಿ ಆತನ ಅತ್ಯಧಿಕವಾದಂತಹ ಒಂದು ದೈವಿಕವಾದ ಕ್ರಿಯೆಗಳನ್ನು ಪ್ರಕಟಪಡಿಸುವನಾಗಿದ್ದಾನೆ. Hallelujah. ಆಮೆನ್. ಹಲ್ಲೆಲೂಯಾ. Hallelujah. ಹಲ್ಲೆಲೂಯಾ. Isaiah 53:4-5 ഇങ്ങനെയാ പറയുന്നത്. ಯೆಶಾಯ 54:4-5 ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತದೆ. ആമേൻ. ಆಮೆನ್. അവൻ യഥാർത്ഥത്തിൽ നമ്മുടെ വേദനകളെ ചുമന്നു. ಆತನ ನಮ್ಮ ಎಲ್ಲಾ ವೇದನೆಗಳನ್ನು ಹೊತ್ತುಕೊಂಡನು. ആമേൻ. ಆಮೆನ್. അവൻ സാക്ഷാತ್ നമ്മുടെ വേദനകളെ വഹിച്ചു. ಸಾಕ್ಷಾತ್ ವೇದನೆಗಳನ್ನೆಲ್ಲ ಆತನು ಅನುಭವಿಸಿದನು. Hallelujah. ಹಲ್ಲೆಲೂಯಾ. വചനം പറയുകയാ, ವಾಕ್ಯ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತದೆ. അവന്റെ അടിപ്പിടരുകളാലോ, ಆತನ ಭಾಷಣಗಳ ಮೂಲಕವಾಗಿ, ಆಮೆನ್, through his stripes ಆತನ ಭಾಷಣಗಳ ಮೂಲಕವಾಗಿ we were healed. ನಾವು ಆರೋಗ್ಯವನ್ನು ಹೊಂದಿಕೊಂಡಿದ್ದೇವೆ. എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ അടിപ്പിടര, ಯೇಸುವಿನ ಭಾಷಣಗಳ ನಿಮಿತ್ತವಾಗಿ എന്റെ ശരീരത്തിൽ എനിക്ക് ആരോഗ്യമുണ്ട്. ನನ್ನ ಶರೀರದ ಮೇಲೆ ಆರೋಗ್ಯವಿದೆ. അവന്റെ അടിപ്പിടരുകളാ ಆತನ ಭಾಷಣೆಯಿಂದ എനിക്ക് സൗഖ്യമുണ്ട്. ನನಗೆ ಸೌಖ್ಯವಿದೆ. Hallelujah. ಹಲ್ಲೆಲೂಯಾ. There also ಅಲ್ಲಿ ಸಹ the same word, ಅದೇ ವಾಕ್ಯ ರಾಫ. Hallelujah. ಹಲ್ಲೆಲೂಯಾ. ഒന്ന് കേൾക്കണം നിങ്ങൾ. ನೀವು ಕೇಳಬೇಕು. അവിടെ പറയുകയാണ്, ಅಲ್ಲಿ ಈ ಪ್ರಕಾರವಾಗಿ യേശു ಹೇಳಲ್ಪಟ್ಟಿದೆ. നിങ്ങളുടെ വേദനകളെയും രോഗങ്ങളെയും എല്ലാം വഹിച്ചു. ಯೇಸು ನಮ್ಮ ಎಲ್ಲಾ ವೇದನೆಗಳನ್ನು ಎಲ್ಲಾ ರೋಗಗಳನ್ನು ಆತನು ಹೊತ್ತುಕೊಂಡನು. നിങ്ങളുടെ ലൈഫിലെ സകല മാറയും അവൻ ചുമന്നു. ನಮ್ಮ ಜೀವಿತದಲ್ಲಿರುವ ಎಲ್ಲಾ ಮಾರವನ್ನು ಆತನು ಹೊತ್ತುಕೊಂಡನು. To make you matak. ನಮಗೆ ಬತಾಕ್ ಮಾಡುವುದಕ್ಕೋಸ್ಕರವಾಗಿ. Hallelujah. 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 മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിനകത്ത്, ಮತ್ತಾಯನ ಸುವಾರ್ತೆ 8ನೇ ಅಧ್ಯಾಯದಲ್ಲಿ I think 17th word അവിടെ പറയുകയാണ്, ಅಲ್ಲಿ ವಾಕ್ಯ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳಲ್ಪಟ್ಟಿದೆ. യേശുവിന്റെ അടുക്കൽ വന്ന ಯೇಸು ಕ್ರಿಸ್ತನ ಬಳಿಗೆ ಬಂದಂತಹ ഒത്തിരി രോഗികളെ, ಅನೇಕ ರೋಗಿಗಳನ್ನು, ഒത്തിരി ഭൂതഗ്രസ്തരെ ಅನೇಕ ದೆವ್ವ ಪೀಡಿತರನ್ನು യേശു സൗഖ്യം. ಯೇಸು ಸೌಖ್ಯಪಡಿಸಿದನು. എന്നിട്ട് പറയുകയാ, ಅನಂತರವಾಗಿ ಹೇಳುತ್ತದೆ, യെശയ്യാ മുഖാന്തരം ಯೆಶಾಯ ಮುಖಾಂತರ പറഞ്ഞത് ಬರೆಯಲ್ಪಟ್ಟಂತಹ നിവൃത്തിയാകുവാൻ. ಅದು ನೆರವೇರಲ್ಪಡುತ್ತದೆ. യെശയ്യ എന്താ പറഞ്ഞേ? ಯೆಶಾಯ ಏನ್ ಹೇಳಿದನು? അവിടെ എഴുതി വെച്ചിരിക്കുകയാ, ಅಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿರುವಂತದ್ದು, അവൻ നമ്മുടെ വേദനകളെ ಆತ ನಮ್ಮ ചുമന്നു, ಎಲ್ಲಾ ವೇದನೆಗಳನ್ನು ಹೊತ್ತುಕೊಂಡು, അവൻ നമ്മുടെ രോഗങ്ങളെ ಆತ ನಮ್ಮ ಎಲ್ಲಾ വഹിച്ചു. ರೋಗಗಳನ್ನು ഈ ಹೊತ್ತುಕೊಂಡು വചനം നിറവേറുവാൻ. ಈ ವಾಕ್ಯದಲ್ಲಿ ನೆರವೇರುತ್ತದೆ. Listen to me carefully. ದಯವಿಟ್ಟು ಗಮನಿಸಿರಿ. വചനം പറയുകയാ, ವಾಕ್ಯ ಈ ಪ್ರಕಾರವಾಗಿ അവൻ നമ്മുടെ ಹೇಳುತ್ತದೆ, വേദനകളെ ചുമന്നു, ಆತ ನಮ್ಮ ಎಲ್ಲ ರೋಗಗಳು അവൻ ಹೊತ್ತುಕೊಂಡನು, നമ്മുടെ രോഗത്തെ വഹിച്ചു. ಆತನ ಎಲ್ಲಾ ರೋಗಗಳು ಆತನ ಮೇಲೆ ಹೊತ್ತುಕೊಂಡನು. ഈ വചനം നിറവേറാൻ വേണ്ടിയിട്ടാ. ಈ ವಾಕ್ಯವು ನೆರವೇರುವುದಕ್ಕೋಸ್ಕರವಾಗಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. പക്ഷേ അതൊരു ഇൻകംപ്ലീഷൻ ആണ്. ಅದರ ಆ ಪರಿಪೂರ್ಣತೆ ಯಾರಾಗಿದ್ದಾರೆ? അമ്മേ. ಆಮೆನ್. കാരണം യെശയ്യ മൊത്തത്തിൽ അങ്ങനെയല്ല പ്രവചിച്ചിരിക്കുന്നത്. ಯೆಶಾಯನು ಮೊತ್ತವಾಗಿ ಆ ರೀತಿಯಲ್ಲಿ ಎಲ್ಲ ಪ್ರವಾದನೆ ಹೇಳಿರುವಂತದ್ದು. യെശയ്യ പറയുകയാ, ಯೆಶಾಯ ಈ ಪ್ರಕಾರವಾಗಿ ಹೇಳುತ್ತಾನೆ, അവൻ നമ്മുടെ വേദനകളെ ചുമന്നു, ಆತ ನಮ್ಮ ಎಲ್ಲಾ ವೇದನೆಗಳನ್ನು ಹೊತ್ತುಕೊಂಡನು, അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, ಆತ ನಮ್ಮ ಎಲ್ಲಾ ರೋಗಗಳನ್ನು നമ്മുടെ ಹೊತ್ತುಕೊಂಡನು, അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അക്രമങ്ങൾ നിമിത്തം തകർക്കപ്പെട്ടും ನಮ್ಮ ഇരിക്കുന്നു. ಎಲ್ಲಾ ಸಂಕಟಗಳನ್ನು ದ್ರೋಹಗಳನ್ನೆಲ್ಲ ಆತನು ಹೊತ್ತುಕೊಂಡನು. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി, ನಮ್ಮ ಸಮಾಧಾನಕ್ಕೆ ಶಿಕ್ಷೆ ಆತನಲ್ಲಿ ಉಂಟಾಯಿತು. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം ಆತನ വന്നിരിക്കുന്നു. ಭಾಷಣಗಳ ನಿಮಿತ್ತವಾಗಿ ನಮಗೆ ಸೌಖ್ಯ ಉಂಟಾಯಿತು. ഇതാണ് പ്രൊഫറ്റിക്കൽ വേർഡ്. ಇದೇ ಪ್ರವಾದನೆ ವಾಕ್ಯ. പക്ഷേ മത്തായി എഴുതുമ്പോൾ ಆತ ಮತ್ತಾಯನು ಬರೆಯುವಾಗ പകുതി പറഞ്ഞിട്ട് പറയുകയാ, ಆತನ ಈ ಪ್ರಕಾರವಾಗಿ ಬರೆಯುತ್ತಾನೆ, ഈ വചനം നിവൃത്തിയായി, ಈ ವಾಕ್ಯವು ನೆರವೇರಲ್ಪಟ್ಟಿತು. എന്നാൽ മുഴുവനും നിറവേറിട്ടില്ല. ಆದರೆ ಪರಿಪೂರ್ಣವಾಗಿ ಅದು ನೆರವೇರಲಿಲ್ಲ. കാരണം എന്താണെന്നറിയാമോ? ಕಾರಣವೇನು ಗೊತ್ತುಂಟಾ? അടിപ്പിണരാലുള്ള സൗഖ്യത്തിന് ഇനിയും നാളുകളുണ്ട്. ಅಂದ್ರೆ ಆತನ ಭಾಷಣಗಳಿಂದ ಗುಣವಾಯಿತು ಎಂಬುದಕ್ಕೆ ಇನ್ನೂ ಕೆಲವೊಂದು ದಿನಗಳು ಇದೆ. ഈ വേർഡ് നിറവേറുന്ന ഇടയിൽ ഒരു ചെറിയൊരു പീരീഡ് ഉണ്ട്. ಅಂದ್ರೆ ಈ ಒಂದು ವಾಕ್ಯವು ನೆರವೇರಬೇಕಾದ್ರೆ ಅಲ್ಲಿ ಸ್ವಲ್ಪ ಗ್ಯಾಪ್ ಇದೆ, ಅದು ಸ್ವಲ್ಪ ಸಮಯವಿದೆ. പക്ഷെ പീറ്റർ ലേഖനം എഴുതുമ്പോൾ ಆದರೆ ಪೇತ್ರನ ಬರೆಯುವಂತಹ ಪತ್ರಿಕೆಯಲ್ಲಿ ಈ ಪ್ರಕಾರವಾಗಿ ಆತನ ಬರೆಯುತ್ತಿದ್ದಾನೆ. പീറ്റർ 2:24 1 ಪೇತ್ರ 2ನೇ ಅಧ್ಯಾಯ 24ನೇ ವಾಕ್ಯದಲ್ಲಿ ಈ ಪ್ರಕಾರವಾಗಿ ನಾವು ನೋಡುತ್ತೇವೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നാം പാപത്തിനും മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് പിഴക്കേണ്ടതിന്, ಅಂದ್ರೆ ನಾವು ಪಾಪಕ್ಕೆ ಸತ್ತು ನೀತಿಗೆ ಜೀವಿಸಬೇಕಾದರೆ അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ಆತ ನಮ್ಮ ಎಲ್ಲಾ ಪಾಪಗಳನ್ನು ಹೊತ್ತುಕೊಂಡು ಶಿಲುಬೆಗೆ ಏರಿದನು. അവന്റെ അടിപ്പിണരുകളാലോ നമുക്ക് സൗഖ്യവും ಆತನ ಭಾಷಣಗಳಿಂದಲೋ ನಮಗೆ ಸೌಖ್ಯ ಉಂಟಾಯಿತು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ಹೇಳೋಣ, കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയിട്ടുള്ള
സൗഖ്യം ഒരു ഫിനിഷ്ഡ് വർക്കിനകത്ത് ആക്കി വെച്ചിരിക്കുന്നത്. ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತ ನಮಗೋಸ್ಕರವಾಗಿ ಸೌಖ್ಯವನ್ನು ಈಗಾಗಲೇ ಮಾಡಿಟ್ಟಿರುವವನಾಗಿರ್ತಾನೆ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ಅದರ ಅರ್ಥವೇನು ಅಂತ ಹೇಳಿದರೆ, ആമേൻ, ಆಮೆನ್, നിങ്ങളുടെ ഹസ്ബൻഡ് ನಿಮ್ಮ ಗಂಡ ഒരു നല്ല കടയിൽ പോയി ಒಂದು ಒಳ್ಳೆ ಅಂಗಡಿಗೆ ಹೋಗಿ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ನಿಮಗೋಸ್ಕರವಾಗಿ 50,000 രൂപയുടെ ഒരു സാരി മേടിച്ചു വെച്ചു. 50,000 ಸಾರಿಯನ್ನು ಖರೀದಿಸಿಟ್ಟಿರ್ತಾರೆ. ആമേൻ, ಆಮೆನ್, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. എന്നിട്ട് പറയുക, ನಂತರವಾಗಿ ಅವರು ಹೇಳ್ತಾರೆ, it is the birthday gift for you. ಇದು ಬರ್ತಡೆಯ ಒಂದು ಉಡುಗೊರೆ ಆಗಿದೆ, ഇത് കളക്ട് ചെയ്യണം. ನೀವು ಅದನ್ನು ಹೋಗಿ ತೆಗೆದುಕೊಳ್ಬೇಕು. നിങ്ങൾ എങ്ങനെ പേടിച്ച് പേടിച്ച് ഭയന്ന് കിട്ടുമോ കിട്ടത്തില്ല? ನೀವು ಭಯಪಟ್ಟು ಸಿಗ್ತದೋ ಇಲ್ವೋ ಅಂತ ಹೇಳಿ ಹೋಗ್ತೀರಾ. ഇങ്ങനെയാണോ നിങ്ങൾ ಆ പോകുന്നത്? ರೀತಿಯಲ್ಲಿ ಹೋಗ್ತೀರಾ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ആമേൻ. ಆಮೆನ್. അല്ല, നിങ്ങളോട് പറയുക, ನಿಮ್ಮ ಹತ್ರ ಹೇಳ್ತಾ ಇದ್ದೀನಿ, നിങ്ങളുടെ ബോസ് പറയുക, ನಿಮ್ಮ ಬಾಸ್ ಹೇಳ್ತಾರೆ, ഞാനൊരു 10 lakhsന്റെ അക്കൗണ്ടിലിട്ട് നീ എടുത്തോ എന്ന് പറഞ്ഞാൽ ಅಂದ್ರೆ ನಾನು ಒಂದು 10 ಲಕ್ಷ ನಿಮ್ಮ ಅಕೌಂಟ್ಗೆ ಹಾಕ್ತೇನೆ, ಹೋಗಿ ತಗೊಳ್ಳಿ ಅಂತ ಹೇಳಿದರೆ, നിങ്ങൾ കിട്ടുമോ കിട്ടത്തില്ല? ಅಯ್ಯೋ ಸಿಗ್ತದಾ ಸಿಗುದಿಲ್ವಾ, വേണോ വേണ്ടയോ, ಬೇಕಾ ಬೇಡವಾ, അങ്ങനെയാണോ നിങ്ങൾ പോകുന്നത്? ಆ ರೀತಿಯಲ್ಲಿ ನೀವು ಹೋಗ್ತೀರಾ. ആമേൻ. ಆಮೆನ್. നിങ്ങൾ ഭയങ്കര നെഞ്ചു വിരിച്ച് ನೀವು ധൈര്യത്തോടെ ഇങ്ങനെ പോകും. ಬಹಳ ಎದೆಯನ್ನು ಬಗ್ಗಿಸದೆ ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಧೈರ್ಯವಾಗಿ ಅಲ್ಲಿ ಹೋಗ್ತೀರಿ. Because ಯಾಕೆಂದರೆ somebody already paid the price for it. ಅಂದ್ರೆ ಈಗಾಗಲೇ ಆತ ನಮಗೋಸ್ಕರವಾಗಿ ಆತನು ಕೊಟ್ಟಾಗಿದೆ. ഓ, അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ಅದರ ಅರ್ಥವೇನಂತ ಹೇಳಿದರೆ, നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ನಮ್ಮ ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನು നിങ്ങളുടെ സൗഖ്യത്തിനു വേണ്ടിയിട്ട് ನಿಮಗೆ ಸೌಖ್ಯಕ್ಕೋಸ್ಕರವಾಗಿ ശരീരത്തിൽ മുഴുവനും അടികളേറ്റു. ಶರೀರದ ಪರಿಪೂರ್ಣವಾಗಿ ಆತನ ಏಟುಗಳನ್ನು ಹೊಂದಿಕೊಂಡನು. ಆದುದರಿಂದಲೇ നിങ്ങളുടെ സൗഖ്യ, ನಿಮ್ಮ ಸೌಖ್ಯ ഇത് 100% ഷുവർಟಿ ഉള്ളതാണ്. ಅದು 100% ಅದು ಬಿಡುಗಡೆ ಮಾಡುವಂತದೇ ಆಗಿರುತ್ತದೆ. Hallelujah. Hallelujah. എന്ന് പറഞ്ഞേ, I'll never compromise with my sickness. ನಾನು ಯಾವ ಕಾರಣಕ್ಕೂ ನಾನು ರೋಗದ ಜೊತೆಯಲ್ಲಿ ಒಪ್ಪಂದವನ್ನು ಮಾಡಿಕೊಳ್ಳುವುದಿಲ್ಲ. കാരണം എന്റെ സൗഖ്യത്തിനു വേണ്ടുന്ന വില യേശു ക്രിസ്തു ഓൾറെഡി ಯಾಕೆಂದರೆ ನನ್ನ ಸೌಖ್ಯಕ್ಕೋಸ್ಕರವಾಗಿ ಈಗಾಗಲೇ ನನ್ನ ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನ ಕ್ರಯವನ್ನು ಕೊಟ್ಟಿದ್ದಾನೆ. ವಾಸನೆಗಳಿಂದ ಗುಣವಾಯಿತು, ഞാൻ സൗഖ്യമായി, ನಾನು സൗಖ್ಯವಾಗಿದ್ದೇನೆ. ഇപ്പോൾ മുഴയുള്ളവർ നിങ്ങളുടെ ശരീരത്തിൽ കൈവച്ചു പറഞ്ഞേ, അവന്റെ അടിപ്പിടരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ರೋಗ ಇರುವಂತ ಎಲ್ಲಾ ಸ್ಥಳಗಳಲ್ಲಿ ನಡುನೆತ್ತಿಂದ ಅಂಗಾಲವರೆಗೆ ನಾನು ಸೌಖ್ಯವನ್ನು ಹೊಂದಿಕೊಂಡಿದ್ದೇನೆ. സൗഖ്യദായകനേ, സൗഖ്യദായകനേ, ಜನರೆಲ್ಲರೂ ಸೌಖ್ಯವಾಗಲಿ. നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങൾ അവന്റെ സൗഖ്യത്തിന്റെ ശക്തിയെ റിസീവ് ചെയ്യുമ്പോൾ ನೀವಿರುವಂತ ಸ್ಥಳದಲ್ಲಿ ಸೌಖ್ಯದ ಶಕ್ತಿಯನ್ನು ಹೊಂದಿಕೊಳ್ಳುವಾಗ ശരീരത്തിന്റെ ബലഹീനതകൾ മാറുക ನಿಮ್ಮ ಶರೀರದ ಎಲ್ಲ ಬಲದ ಅವಸ್ಥೆಗಳೆಲ್ಲ ನೀಗಲ್ಪಡುವುದು ಮಾತ್ರವಲ್ಲ, ಆ ಸೌಖ್ಯമാക്കുന്ന യഹോവ റാഫ, ಸೌಖ್ಯಪಡಿಸುವಂತ ಯೆಹೋವ ರಾಫಾ, യഹോവ റാഫ നിങ്ങളിൽ ഇരുന്നുകൊണ്ട്, ಯೆಹೋವ ರಾಫಾ ನಿಮ್ಮ ಜೊತೆಯಲ್ಲಿ ಇದ್ದುಕೊಂಡು നിങ്ങളിലൂടെ സൗഖ്യമായിട്ട് ഒഴുകാൻ പോവുകയാ. ನಿಮ್ಮ ಮೂಲಕವಾಗಿ ನಿಮ್ಮ ಮೇಲೆ ಆತನು ಸೌಖ್ಯವನ್ನು ಪಡಿಸುತ್ತಾ ಇದ್ದಾನೆ. ആമേൻ, ആമേൻ. അനേകം രോഗികളെ സൗഖ്യമാക്കുന്ന, ರೋಗಿಗಳನ್ನು ಸೌಖ್ಯಪಡಿಸುವ ಗುಣಪಡಿಸುವ ಶಕ್ತಿ ഹീലിംഗ് മിനിസ്ട്രിയോട് കൂടെ ഈ സ്കൂളിൽ നിന്ന് പുറത്തു പോകും. ಈ ಒಂದು ಸೌಖ್ಯಪಡಿಸುವಂತ ಒಂದು ಶಕ್ತಿಯಿಂದಲೇ ನೀವು ಇಲ್ಲಿಂದ ಹೊರಟು ಹೋಗುವಿರಿ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ನೀವು ಮನೆಗೆ ಹೋಗಿ ಚೆಕ್ ಮಾಡಬೇಕು. നിങ്ങളുടെ ഭവനത്തിനകത്ത് ആരാണോ രോഗികൾ ഉള്ളത്, ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ಯಾರಾದರೂ ರೋಗಿಗಳು ಇರುವುದಾದರೆ നിങ്ങൾ അവരുടെ മേൽ കൈവയ്ക്കണം. ನೀವು ಅವರ ಮೇಲೆ ಕೈಗಳನ್ನು ಇಡಬೇಕು. ആമേൻ. സൗഖ്യം ಸೌಖ್ಯವನ್ನು ಮಾತನಾಡಿರಿ. ചിലരുടെ മേലെ അഭിഷേകം വ്യാപരിക്കുന്നത് ಅಭಿಷೇಕ ಇಳಿಬರುತ್ತಿದೆ. കർത്താവ് സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും എല്ലാം ಕರ್ತನು ಸ್ವಪ್ನಗಳ ಮೂಲಕವಾಗಿ ಕನಸುಗಳ ಮೂಲಕವಾಗಿ ಮಾತನಾಡುವನಾಗಿರ್ತಾನೆ. ಆಮೆನ್. നിങ്ങളോട് സംസാരിക്കുന്ന ഒരു തലം ഓപ്പൺ ആകുകയാണ്. ನಿಮ್ಮ ಜೊತೆಯಲ್ಲಿ ಮಾತನಾಡುವಂತ ಒಂದು ಹಂತವು ತೆರೆಯಲ್ಪಡುತ್ತಾ ಇದೆ. മറ്റുള്ളവരുടെ രോഗങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ പോവുകയാണ്. ಬೇರೆಯವರ ರೋಗವನ್ನು ನಿಮಗೆ ದೇವರು ಪ್ರಕಟಪಡಿಸಿಕೊಡುವನಾಗಿರ್ತಾನೆ. നിങ്ങൾ അതിനെ കണ്ടു സൗഖ്യമാക്കുന്ന ಸೌಖ್ಯ ಆಗುವ ರೀತಿಯಲ್ಲಿ ಮಾತನಾಡುವುದಕ್ಕೆ എത്ര പേർ അത് വിശ്വസിക്കുന്നു? ಕರ್ತನೇ ನಾನು ನಂಬುತ್ತೇನೆ. വിശ്വസിക്കുന്നവരൊന്ന് വിളിച്ചു പറഞ്ഞേ, ನಂಬುವವರೆಲ್ಲರೂ ಕೂಗಿ ಹೇಳಿರಿ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഇനി ഞാൻ മാറയല്ല, ಇನ್ನು ನಾನು ಮಾರವಲ್ಲ, ഇനി ഞാൻ മത്താൻ, ಈ ಮತಾನ್, മത്താൻ, ನಾನು ಮತಾವಾಗಿದ್ದೇನೆ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഞാൻ മറ്റുള്ളവർക്ക് മധുരമായി മാറാൻ പോകുകയാണ്. ಬೇರೆಯವರಿಗೆ ಮಧುರವಾಗಿ ಬದಲಾಗುತ್ತೇನೆ. ഇനി മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുന്നവളായി, ಬೇರೆಯವರಿಗೆ ಸೌಖ್ಯ ಕೊಡುವವಳಾಗಿ,
ಬೇರೆಯವರಿಗೆ ಆರೋಗ್ಯ ಕೊಡುವವರಾಗಿ, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവളായി. സമാಧಾನ ಕೊಡುವವರಾಗಿ. ഹല്ലേലൂയ. ഞാൻ കാണുന്നു, ഞാൻ കാണുന്നു, ನಾನು ಕಾಣುತ್ತಾ ಇದ್ದೇನೆ. ചിലരുടെ ലൈഫിൽ ഭയങ്കരമായ ചേഞ്ചസ് സംഭവിക്കുകയാണ്. ಕೆಲವರ ಜೀವಿತದಲ್ಲಿ ಅನೇಕ ಬದಲಾವಣೆ ಉಂಟಾಗುತ್ತಿದೆ. ആമേൻ. ಆಮೆನ್. നിങ്ങൾ എങ്ങനെയാ ചിന്തിക്കുന്നത്? ನೀವು ಈ ರೀತಿಯಲ್ಲಿ ಯೋಚನೆ ಮಾಡುತ್ತಿದ್ದೀರಿ, എന്റെ ലൈഫ് ഇവിടെ കൊണ്ട് തീർന്നു, ನನ್ನ ಜೀವಿತ ಇಲ್ಲಿಗೆ ಮುಕ್ತಾಯವಾಯಿತು, ഇനി ഞാൻ ഇങ്ങനെ ഓർഡിനറി ലൈഫിലോട്ട് ಈ ರೀತಿಯಲ್ಲಿ ಆರ್ಡರ್ ಆಗಿ ಹೋಗುವುದಿಲ್ಲ. പക്ഷേ കർത്താവ് എന്നെ കാണിക്കുന്നത് ತೋರಿಸುವುದೇನೆಂದರೆ, ഒരു പാത്രത്തെ ഒരു യജമാനൻ കയ്യിലെടുക്കുന്നത് പോലെ, ಪಾತ್ರೆಯ ಯಜಮಾನನ ಕೈಯಲ್ಲಿ ആ ತೆಗೆದುಕೊಂಡು പാത്രത്തിനകത്ത് വിശേഷപ്പെട്ട ചിലത് നിറയ്ക്കുന്നത് പോലെ, ವಿಶೇಷವಾದದನ್ನು ತುಂಬಿಸುವ ಹಾಗೆ. ആമേൻ. ಆಮೆನ್. അതിനെ എടുത്ത് ആമേൻ മേൽത്തരമായൊരു മേശയിൽ വെക്കുന്നത് പോലെ, ಅದನ್ನು ತೆಗೆದು ಒಳ್ಳೆ ಮೇಚಿನ ಮೇಲೆ ಇಡುವ ರೀತಿಯಲ್ಲಿ ഇതുപോലെ ಮಾನಪಾತ್ರೆಯಾಗಿ, കർത്താവ് തന്റെ അഭിഷേകം കൊണ്ട് ಇದೇ ರೀತಿಯಲ್ಲಿ ಅಭಿಷೇಕದ ನಿಮಿತ್ತವಾಗಿ നിങ്ങളെ മാന്യതയുള്ളവരാക്കി മാറ്റാൻ പോകുന്നു. ನಿಮ್ಮನ್ನು ಮಾನವನಾಗಿ ಮಾರ್ಪಡಿಸುತ್ತಾನೆ. ഹല്ലേലൂയ. 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 ಹಲ್ಲೆಲೂಯಾ. കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ടോ? ಕನ್ಸ್ಟ್ರಕ್ಷನ್ಗೆ ಸಂಬಂಧಪಟ್ಟಂತ ಇವರು ಯಾರಾದ್ರೂ ಇಲ್ಲಿ ಇದ್ದೀರೋ? ഏതെങ്കിലും സൈറ്റിൽ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ നിങ്ങളോ നിങ്ങളുടെ ഭർത്താക്കന്മാരോ ആരെങ്കിലും അങ്ങനെ ಯಾರಾದ್ರೂ ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ಕನ್ಸ್ಟ್ರಕ್ಷನ್ ಮಾಡುವಂತವರು ಯಾರೇ ಇರುವುದಾದರೂ, ആരെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ടോ? ಯಾರಾದ್ರೂ ಇರುವುದಾದ್ರೆ ಅವರು ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ആമേൻ. ಆಮೆನ್. ഇന്നലെ ഞാൻ ഉറക്കത്തിൽ ഒരു സ്വപ്നം പോലെ കണ്ടു. ನಾನು ಸ್ವಪ್ನದಾಗಿ ಕಂಡೆನು. ആമേൻ. ಆಮೆನ್. നിങ്ങളുടെ ഭവനത്തിനകത്ത് കൺസ്ട്രക്ഷനുമായിട്ട് കിടക്കുന്ന ചില ഉപകരണങ്ങൾ, ಅಂದ್ರೆ ಕನ್ಸ್ಟ್ರಕ್ಷನ್ಗೋಸ್ಕರವಾಗಿ ಉಪಯೋಗಿಸುವಂತ ಉಪಕರಣಗಳು, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു, ಪರಿಶುದ್ಧಾತ್ಮನ ನಿಮಗೆ ನೋಡಿ ಹೇಳುವುದೇನೆಂದರೆ, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പലതും പണിയുന്നുണ്ട്, ನೀವು ಬೇರೆಯವರಿಗೋಸ್ಕರವಾಗಿ ಅನೇಕ ವಿಷಯಗಳನ್ನು പക്ഷെ ಕಟ್ಟುತ್ತಿದ್ದೀರಿ, നിങ്ങൾ ഒത്തിരി മേഖലകളിൽ ഉടയപ്പെട്ടാ നിൽക്കുന്നത്. ಆದರೆ ನೀವಾದರೂ ಕೆಲವೊಂದು ವಿಷಯಗಳಲ್ಲಿ ಒಡೆಯಲ್ಪಟ್ಟವರಾಗಿದ್ದೀರಿ. നിങ്ങളൊരു മത്താക്ക, ನೀವು ಮತಾಕಾಗಿರುತ್ತೀರಿ, നിങ്ങളൊരു മത്താക്ക. ನೀವು ಮತಾಕಾಗಿರುತ್ತೀರಿ. ഒന്ന് പറയാമോ? ಈ ಬಾಯಿಗಳನ್ನು ತೆರೆದು ಹೇಳಿರಿ, യേശു എന്ന ಯೇಸು ಎಂಬ മധുരമായ വൃക്ഷം ಮಧುರವಾದಂತ ವೃಕ್ಷ എന്റെ ഉള്ളിൽ വന്നതുകൊണ്ട് ನನ್ನ ಒಳಗಡೆ ಬಂದ ನಿಮಿತ್ತವಾಗಿ ഇനി ഞാൻ കയ്പ് സൂക്ഷിക്കത്തില്ല. ಇನ್ನು ನಾನು ಕೈಯನ್ನು ಸಂಗ್ರಹಿಸಿಟ್ಟುಕೊಳ್ಳುವುದಿಲ್ಲ. ഇത് ഞാൻ പറയുമ്പോ ഒരു കാര്യം നിങ്ങളോട് പറയാം. ಇನ್ನು ನಾವು ಒಂದು ಕಾರ್ಯವನ್ನು ನಿಮಗೆ ಹೇಳಲು ಇಷ್ಟಪಡುತ್ತೇನೆ. പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് ഞാനത് പറയാം. ಪರಿಶುದ್ಧಾತ್ಮನ ನನಗೆ ಹೇಳಿದ ನಿಮಿತ್ತವಾಗಿ ನಾನು ನಿಮಗೆ ಹೇಳುತ್ತಿದ್ದೇನೆ, നിങ്ങൾ അനുഭവിച്ച ചില അനുഭവങ്ങൾ നിമിത്തം, ನೀವು ಅನುಭವಿಸಿದ ಕೆಲವು ಅನುಭವದ ನಿಮಿತ್ತವಾಗಿ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ചില വ്യക്തികളോട് കയ്പുണ്ട്. ನಿಮ್ಮ ಹೃದಯದಲ್ಲಿ ಕೆಲವೊಬ್ಬರ ವಿಷಯದಲ್ಲಿ ಕಹಿತನವಿದೆ. ആമേൻ. ಆಮೆನ್. അത് ന്യായമായ വിഷയമാണ് നിങ്ങൾക്ക് തോന്നുന്നു. ಅದು ನ್ಯಾಯವಾದ ವಿಷಯ ಅಂತ ಹೇಳಿ ನೀವು ಹೇಳ್ಬಹುದು. അവരെന്നെ മുറിവേൽപ്പിച്ചിട്ടല്ലേ എന്ന് നിങ്ങൾക്ക്, ಅವರು ನನಗೆ ಗಾಯ ಮಾಡಿದ ನಿಮಿತ್ತವಾಗಿ ನನಗೆ ಕೆಲವೊಂದು ನೋವು ನನ್ನ ಹೃದಯದಲ್ಲಿ ಇದೆ ಅಂತ ನೀವು ಎನಿಸಬಹುದು. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറയുന്ന കാര്യം ഇതാ, ಆದರೆ ಪರಿಶುದ್ಧಾತ್ಮ ನನಗೆ ಹೇಳುವಂತ ವಿಷಯವೇನೆಂದರೆ, കയ്പ് നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട്, ಈ ಒಂದು ಕಹಿ ನಿಮ್ಮ ಒಳಗಡೆ ಇರುವ ನಿಮಿತ್ತವಾಗಿ ആമേൻ, ಆಮೆನ್, നിങ്ങൾക്ക് പലപ്പോഴും ഫ്രീഡം അനുഭവിക്കാൻ പറ്റുന്നില്ല. ನಿಮಗೆ ಅನೇಕ ಸಾರಿ ಸ್ವಾತಂತ್ರ್ಯ ಹೊಂದಿಕೊಳ್ಳಲು ಸಾಧ್ಯವಾಗುತ್ತಿಲ್ಲ. ആമേൻ. ಆಮೆನ್. അത് മുഖാന്തരം ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ രോഗങ്ങൾ, ಆದುದರಿಂದಲೇ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಕೆಲವೊಂದು ರೋಗಗಳು, ആമേൻ, ಆಮೆನ್, അൺവാണ്ടഡ് ആയിട്ടുള്ള ചില ദേഷ്യ സ്വഭാവങ്ങൾ, ಬೇಡವಾದಂತ ಕೆಲವೊಂದು ದ್ವೇಷದ ಸ್ವಭಾವಗಳು, ആമേൻ, ആമേൻ. ചില സമയത്ത് നിങ്ങൾ തന്നെ നിങ്ങൾ അല്ലാത്തതുപോലെ ബിഹേവ് ചെയ്യുന്നു. ನಿಮಗೆ ಗೊತ್ತಿರದೆ ನೀವಲ್ಲದ ಹಾಗೆ ಸ್ವಭಾವಗಳು ಹೊರಬರುವಂತದ್ದು. ചില ഫേസ് ഓർമ്മ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയും, ಕೆಲವೊಂದು ಮುಖಗಳು ನಿಮ್ಮ ಮುಖದ ಮುಂದೆ ಬರುವಂತ ಸಮಯದಲ್ಲಿ ನೀವು ಈ ರೀತಿಯಲ್ಲಿ ಹೇಳುತ್ತೀರಿ, എനിക്ക് വ്യക്തിയെ മറക്കാൻ പറ്റത്തില്ല. ಅಯ್ಯೋ ಈ ವ್ಯಕ್ತಿಯನ್ನು ನನಗೆ ಮರೆಯಲು ಸಾಧ್ಯವಿಲ್ಲ, I can't forgive him. ನಾನು ಈ ವ್ಯಕ್ತಿಯನ್ನು ಮರೆಯಲು ಸಾಧ್ಯವಿಲ್ಲ, I can't forgive her. ನಾವು ಈ ಅವರಿಗೆ ಕ್ಷಮಿಸಲು ಸಹ ಸಾಧ್ಯವಿಲ್ಲ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. പക്ഷേ ಆದರೆ കർത്താവായ യേശു ಕರ್ತನಾದಂತ ಯೇಸು ಕ್ರಿಸ್ತನು നിങ്ങളുടെ കയ്പിനെ മുഴുവനും ನಿಮ್ಮ ಕಹಿ വലിച്ചെടുത്തിട്ട് ಎಲ್ಲವನ್ನು ತೆಗೆದುಹಾಕಿ നിങ്ങൾക്ക് മധുരം ನಿಮಗೆ നൽകുന്നവനാണെങ്കിൽ, ಮಧುರವಾಗಿ ಕೊಡುವುದಕ್ಕೆ ಆತನಿರುವಾಗ, എന്നൊന്ന് പറഞ്ഞേ, ഈ മധുരമായ യേശു എന്റെ ഉള്ളിൽ വന്നതുകൊണ്ട് ಈ ಒಂದು ಮಧುರವಾದಂತ ಯೇಸು ನನ್ನ ಬಳಿಗೆ ಬಂದ ನಿಮಿತ್ತವಾಗಿ ഞാൻ എന്റെ ഹൃദയത്തിൽ എല്ലാ കയ്പുകളെയും ನನ್ನ മാറ്റിക്കളയും. ಹೃದಯದ ಒಳಗಡೆ ಇರುವಂತ ಎಲ್ಲಾ ಕಹಿಯನ್ನು ನೀಗಿಸಿ ಹೊರ എന്നൊന്ന് പറഞ്ഞേ, യേശുവേ ആ കയ്പെന്നിൽ നിന്ന് മാറിപ്പോകണം. ಯೇಸುವೇ ಕಹಿ ಎಲ್ಲವೂ ನನ್ನ ಜೀವಿತವನ್ನು ಬಿಟ್ಟೋಗಲಿ. ആമേൻ. ഞാൻ മുற்றிലും, ನಾನು ಪರಿಪೂರ್ಣವಾಗಿ, ഞാൻ പരിപൂർണമായും, ನಾ ಪರಿಪೂರ್ಣವಾಗಿ, ആമേൻ, ഒരു മത്താക്കായി ನಾ ಮತಾಕಾಗಿ മധുരമായി മാറാൻ. ಮಧುರವಾಗಿ ಬದಲಾಗಬೇಕು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇന്ന് നിങ്ങൾ ഇവിടെ ആ കൈപ്പിട്ടിട്ട് പോകുമെങ്കിൽ, ಇನ್ನು ನೀವು ಇಲ್ಲಿ ಕೈಯನ್ನು ಬಿಟ್ಟು ಹೋಗುವುದಾದರೆ, ആമേൻ, ആമേൻ. as an anointed woman of God, ದೈವಿಕವಾದಂತ ಒಂದು ಅಭಿಷೇಕದಿಂದ ತುಂಬಲ್ಪಟ್ಟಂತ ನಾನು within 7 days ಈ ಇನ್ನು 7 you ದಿನದೊಳಗಾಗಿ will see miracle in your life. ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿ ಒಂದು ಅದ್ಭುತಗಳನ್ನು ಕಾಣಲು ನೀವು ഹല്ലേലൂയ. പിശാചിനെ നോക്കി പറഞ്ഞേ, ನೀವು ಹೇಳಿರಿ, പിശാചേ, ಸೈತಾನನ നീ ನೋಡಿ ಹೇಳಿರಿ, എന്നെ കയ്പ് ചുമക്കാനുള്ളവളല്ല ഞാൻ, ಸೈತಾನನೇ ನಾನು ಇನ್ನು ಕಹಿಯನ್ನು ಹೊತ್ತುಕೊಂಡು ಹೋಗುವವನಲ್ಲ, ಹೋಗುವವಳಲ್ಲ. മധുരമായ എന്റെ യേശുവിനെ ചുമക്കേണ്ടവളാണ് ഞാൻ. ಮಧುರವಾದ ಯೇಸು ಕ್ರಿಸ್ತನನ್ನು ಹೊತ್ತುಕೊಂಡು ಹೋಗುವವನಾಗಿದ್ದೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. എത്ര പേര് റെഡിയാ? ಎಷ್ಟು ಜನ ಸಿದ್ಧರಾಗಿದ್ದೀರಿ? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ആമേൻ. ಆಮೆನ್. Because Jesus loves you. ಕರ್ತ ನಿಮ್ಮನ್ನು ಪ್ರೀತಿಸುತ್ತಿದ್ದಾನೆ. യേശു നിങ്ങളെ ಯೇಸು സ്നേഹിക്കുന്നു. ನಿಮ್ಮನ್ನು Because ಪ್ರೀತಿಸುತ್ತಿದ್ದಾನೆ. only we are standing here. ಆತನಲ್ಲಿ ನಿಮ್ಮ ಮುಂದೆ ಇದ್ದಾನೆ. ഇത് പറയാനാ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ನಾವಿಲ್ಲಿ ಇದನ್ನು ಹೇಳುವುದಕ್ಕೋಸ್ಕರವಾಗಿ ನಾವಿಲ್ಲಿ എത്ര ಇದ್ದೇವೆ. പേർക്ക് അത് മനസ്സിലാക്കാൻ ಎಷ್ಟು പറ്റുന്നുണ്ട്? ಜನರಿಗೆ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಲು നിന്റെ ಸಾಧ್ಯವಾಗುತ್ತದೆ? മാറയെ മാറ്റി, ನಿಮ್ಮ ಮಾರವನ್ನು ಬದಲಾಯಿಸಿ നിനക്ക് മധുരം നൽകുവാൻ, ನಿಮ್ಮ ಮಧುರವನ್ನು നിനക്ക് ശലോം നൽകുവാൻ, ನಿಮಗೆ ಶಾಲಂ ಕೊಡುವಂತಹ, നിനക്ക് അറൂഖാൻ നൽകുവാൻ, ಹೀಗೆ ಮರುಕ ಕೊಡುವ,
യേശു നിങ്ങളുടെ ഉള്ളിലുണ്ട്. ಯೇಸು ನಿಮ್ಮ ಒಳಗಡೆ ಇದ್ದಾನೆ. ആമേൻ. ഇനി നിങ്ങളിലൂടെയും ഇത് കർത്താവ് ചെയ്യും. ಇದು ನಿಮ್ಮನ್ನು ಆವರಿಸಿಕೊಳ್ಳುವಂತದ್ದಾಗಿರುತ್ತದೆ. ഒന്ന് പറഞ്ഞേ, ಒಂದು ಹೇಳೋಣ. ഞാൻ ഇനി മാറയല്ല, ನಾನು ಮಾರಲ್ಲ, ഞാൻ മധുരമാണ്, ഞാൻ മധുരമാണ്. ಮಧುರವಾಗಿದ್ದೇನೆ. യേശുവേ സ്നേഹിക്കുന്നേ 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 യേശുവേ ഹല്ലേലൂയ 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 സബനെ